ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमः ओं विष्णुपादाय कृष्णाय भूतले श्रीमते भक्तिवेदान्तस्वामी इति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे कृष्ण। ഗീതാമാഹാത്മ്യം 5ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. ഭാരതാമൃത സർവസ്വം വിഷ്ണുവക്ത്രാദ്വിനിശ്രിതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്തു പറയാൻ? മഹാഭാരതത്തിന്റെ സാരാമൃതമത്രേ ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണത്. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ്. ഗംഗ ഭഗവാന്റെ പാദ പങ്കജ നിർഗതവുമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കുറെ കൂടി പ്രധാനമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഭാരതാമൃത സർവസ്വം, ഭാരതം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാഭാരതത്തെയാണ്. വേദങ്ങളെല്ലാം രചിച്ച ഭഗവാന്റെ അവതാരമായിട്ടുള്ള ആ വ്യാസദേവൻ തന്നെയാണ് മഹാഭാരതം രചിച്ചിട്ടുള്ളത്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാഭാരതം രചിച്ചിട്ടുള്ളത്. ആ മഹാഭാരതം മുഴുവൻ പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് വേദങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ മഹാഭാരതത്തിന്റെ സാരമായിട്ടാണ് ഇവിടെ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുള്ളത്. ഭാരതാമൃത സർവസ്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾക്ക് ഭഗവത്ഗീത ഈ ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ സാരമാണ്. അതുകൊണ്ട് അത് മുഴുവൻ ഭഗവത്ഗീത പഠിക്കുന്നവർക്ക് ഈ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ആ ഭഗവത്ഗീത ഈ ഗീതാ ഗംഗോദകം പീത്വ ഗംഗാ നദിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഗംഗാനദി ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് അത് പുണ്യനദിയായിട്ട് പറയുന്നു. ഭഗവത്ഗീതയാണെങ്കിൽ ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. അത് ഈ ഗംഗാ നദിയോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ളതാണ് ഭഗവത്ഗീത എന്ന് ഇവിടെ പറയുന്നു. എന്നാൽ ഭഗവാന്റെ പാദവും മുഖവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെങ്കിൽ കൂടി അത് ഗംഗാ നദിയേക്കാൾ ശക്തിയുള്ളതാണെന്നാണ് ഇവിടെ പറയുന്നത്. ആ ഭഗവത്ഗീത നിത്യേന പഠിക്കുന്ന ഒരാൾക്ക് പുനർജന്മന വിദ്യത എന്ന് പറയുന്നു. വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അവർ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് ആ വ്യക്തികൾക്ക് സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വിവേക ബുദ്ധിയുള്ള വ്യക്തികൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. അടുത്ത ശ്ലോകം. സർവോപനിഷത്തോ ഭാവോ ഭോക്ത ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. നേരത്തെ മഹാഭാരതത്തിന്റെ സാരമായിട്ടാണ് തൊട്ടു മുമ്പിലത്തെ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവ ഉപനിഷത്തുകളുടെയും സാരമായിട്ട് ഭഗവത്ഗീതയെ പറയുന്നു. നമുക്ക് ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 108 ഉപനിഷത്തുകളാണ്. അപ്പൊ ഈ ഉപനിഷത്തുകളിലെല്ലാം തന്നെ ആത്മീയമായിട്ടുള്ള ജ്ഞാനമാണ് നമുക്ക് പകർന്നു തരുന്നത്. അപ്പം ഈ എല്ലാ ഉപനിഷത്തുകളും ചേർത്ത് വെച്ച് ഒരു പശുവിന്റെ രൂപത്തിൽ കണക്കാക്കി കഴിഞ്ഞാൽ പാർത്ഥോ വത്സ സുധീർ ഭോക്ത, ആ പശുക്കിടാവിനെ ഇവിടെ പറയുന്നത് അർജുനെയാണ്. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനൻ. പശുക്കിടാവ് എപ്പോഴാണ് പാൽ ചുരുത്തുന്നത്? പശു എപ്പോഴാണ് പാൽ ചുരുത്തുന്നത്? പശുക്കിടാവ് പശുവിന്റെ അകിടിന്റെ അടുത്ത് പോയിട്ട് മുട്ടി നിൽക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിച്ച് ആ ഭാഗവതാമൃതത്തെ ഭഗവത്ഗീതാമൃതത്തെ ചുരത്തുന്നു എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പം പശുവിന്റെ പാലാകുന്ന അമൃതത്തെ ആർക്കാണ് നുകരാൻ അല്ലെങ്കിൽ ശ്രവിക്കാൻ സാധിക്കുന്നത്? ദുഗ്ധം ഗീതാമൃതം മഹത്ത് വളരെ ശുദ്ധഹൃദയരായിട്ടുള്ള, പൂർവജന്മങ്ങളിലൊക്കെ ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള, വിശാല മനസ്കരായിട്ടുള്ള, യജ്ഞങ്ങളൊക്കെ ഒരുപാട് യജ്ഞങ്ങളും വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള, പൂർവജന്മത്തിൽ പഠിച്ചിട്ടുള്ള അത്തരം വ്യക്തികൾക്കാണ് ഈ ഭഗവത്ഗീതയെ നിത്യവും ശ്രവിക്കാനും പഠിക്കാനും സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ശ്ലോകം. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീത, ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി, കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഇക്കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കുവാൻ ഉത്സുകരാണ്. ആകയാൽ ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം എന്ന ഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായ ഏക ധർമ്മ ഗ്രന്ഥം ഭഗവത്ഗീത, ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ. ശ്രീകൃഷ്ണൻ ഏകോ മന്ത്രാസ്തസ്യ നാമാനി, ഒരേ മന്ത്രം ഒരേ പ്രാർത്ഥന, തന്നാമ സങ്കീർത്തനം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പരമ കർമാപ്യേക്യം തസ്യ ദേവസ്യ സേവ, ഒരൊറ്റ പ്രവൃത്തി മാത്രം ഇരിക്കട്ടെ, പരമ ദിവ്യോത്തമ പുരുഷ സേവനം. അതായത് കലിയുഗത്തില് നമുക്ക് ഒരുപാട് ശാസ്ത്രങ്ങളൊന്നും പഠിക്കാനുള്ള സമയമില്ല. എല്ലാവരും വളരെ തിരക്കിലാണ്. മാത്രമല്ല മനുഷ്യന് ആയുസ്സും കുറവാണ്. അല്പായുസുക്കളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാ വേദങ്ങളും പഠിക്കുന്നതിനുള്ള സമയവുമില്ല. പണ്ട് കാലത്തൊക്കെ നമുക്ക് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാലത്ത് അതൊന്നും ഇല്ല. അതുകൊണ്ട് ആണ് ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മുന്നിലുള്ള എളുപ്പത്തിൽ പഠിക്കാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ദേവകീ പുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പൊ ആ ഭഗവാന്റെ ഗീതം എന്ന് പറഞ്ഞാൽ വളരെ മാധുര്യമുള്ള, ഭഗവാൻ നൽകിയിട്ടുള്ള ആ ഗീതം ആണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഏകോ ദേവോ ദേവകീ പുത്ര ഏവ എന്ന് പറഞ്ഞ ഭഗവാൻ, ദേവകീ പുത്രനായിട്ടുള്ള ആ ഭഗവാനെ നമ്മൾ ഒരുപാട് ദേവന്മാരെയൊന്നും ആരാധിച്ച് എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടില്ല. ഭഗവാനെ ആരാധിച്ചാൽ, ഭഗവാൻ ദേവകീ പുത്രനായിട്ടുള്ള ആ ഭഗവാനെ ആരാധിച്ച, ശ്രീകൃഷ്ണനെ ആരാധിച്ചാൽ എല്ലാ ദേവീ ദേവന്മാരെയും ആരാധിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ സംതൃപ്തി ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ സംതൃപ്തനാകുമ്പോൾ മറ്റ് എല്ലാ ദേവീ ദേവന്മാരും സംതൃപ്തനാകും. ഇത് തന്നെയാണ് ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ളത്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ജലവും വളവും ഒക്കെ ഇടുന്ന സമയത്ത് അതിന്റെ എല്ലാ ചില്ലകൾക്കും ഇലകൾക്കും എപ്രകാരമാണോ ലഭിക്കുന്നത്, അതുപോലെ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ എല്ലാ ദേവീ ദേവന്മാരും സംതൃപ്തരാണെന്ന് പറയുന്നുണ്ട്. ഏകോ മന്ത്രസ്തസ്യ നാമാനിയാനി. ഇനി നമുക്ക് ഒരു മന്ത്രത്തെ ആശ്രയിച്ച് ശരണം പ്രാപിച്ച് നമുക്ക് ഉയരണമെങ്കിൽ, ആത്മീയമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഉയരണമെങ്കിൽ നമ്മുടെ ആ വിജയമന്ത്രം ഏതാണ്? ആ ഭഗവാന്റെ മന്ത്രമാണ്. ആ ഭഗവാന്റെ മന്ത്രം ചൊല്ലിയാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മന്ത്രങ്ങളും ചൊല്ലിയതിന്റെ തുല്യം ആ ഫലം നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നു. അതുപോലെ കർമാപ്യേകം തസ്യ ദേവസ്യ സേവ, നമുക്ക് ആരെങ്കിലും സേവനം ചെയ്യണം, എന്തെങ്കിലും സേവനം ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു സേവനം ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ സേവനം ചെയ്താൽ എല്ലാവർക്കും ആ സേവനം ലഭിക്കും എന്നതായിരിക്കും. കാരണം എന്താണ്? എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്ന് പറയുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഭഗവത്ഗീത, ഭഗവാന്റെ ആ മുഖാരബന്ധത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഈ ഭഗവത്ഗീത നമുക്ക് എപ്പോഴും എല്ലാവർക്കും നുകരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീല പ്രഭാത് ശ്രീല ഗുരുദേവ് ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ലളിത മാതാജി. വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഇന്ന് ഈ ആഴ്ച മൊത്തം ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്നു. താങ്ക് യു ലളിത മാതാജി. അടുത്തതായിട്ട് ഹരിനാമ മഹാത്മ്യം പറഞ്ഞു തരുവാനായിട്ട് രാധാശക്തി മാതാജിയെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷു ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്ന് നമ്മുടെ അവസാനത്തെ ഇന്നത്തെ നമ്മുടെ ഗീതാ ക്ലാസ്സുകൾ തീരുകയാണ്. അവസാന ക്ലാസ് ആണ്. കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് നമ്മൾ ഗീതാ മഹാത്മ്യവും ഹരിനാമത്തിന്റെ മഹിമയും ഗീതാ ശ്ലോകങ്ങളുടെ ഒരു അവലോകനവും ഒക്കെ നമ്മൾ ചെയ്തു. അപ്പൊ ഇന്ന് ഈ അവസാനത്തെ ക്ലാസ്സിൽ എനിക്ക് മഹിമ, നാമത്തിന്റെ മഹാത്മ്യം, ഭഗവാൻ നാമത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാനാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന സേവ. അപ്പൊ നാമത്തിന്റെ മഹാത്മ്യം, ഭഗവത് നാമ മഹാത്മ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പോരാത്തതിന് നമ്മള് ഈ 3 മാസക്കാലമായിട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ് അല്ലെ. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് എന്ത്, ഭഗവത് നാമം, ജപം, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം എന്ന് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു പാടിയ പോലെ നാം നാമകാരി ബഹുധാ തവ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല. എല്ലാ നാമങ്ങളിലും ഭഗവാന്റെ ഒരുപാട് നാമങ്ങളുണ്ട് അല്ലെ, അനന്തമാണ്. ആ നാമങ്ങളിലെല്ലാം ഭഗവാന്റെ പൂർണ്ണ ശക്തിയും സർവശക്തിയും നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ചൊല്ലാൻ പ്രത്യേകിച്ച് കാലമോ സമയമോ ഒന്നും തന്നെ നോക്കേണ്ടതില്ല. എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഭഗവാനെ നമുക്ക് വിളിക്കാം. ഏത് നാമം വേണമെങ്കിലും ചൊല്ലാം. എങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഈ നാരായണീയ പുരാണത്തിലും പിന്നെ കലിസന്ധരണ ഉപനിഷത്തിലും അങ്ങനെ മറ്റു പുരാണങ്ങളിലും ഒക്കെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മാഹാത്മ്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു അല്ലെ. പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികൾക്ക് ടീച്ചേഴ്സ് ചില ടിപ്സ് കൊടുക്കില്ലേ, നല്ല മാർക്ക് വാങ്ങി പാസ്സാവാൻ. അതുപോലെ തന്നെ മടിയന്മാരായിട്ടുള്ള നമ്മൾക്ക് ഈ കലികാലത്തില്, ഈ കലിയുഗത്തില് കൽമഷങ്ങള് മാറി കിട്ടാൻ വേണ്ടി ഉള്ള ഒരു എളുപ്പ മാർഗമാണ് എന്ത്, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. മന്ത്രം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കണ്ടതാണ്. മന്ത്ര എന്ന് പറഞ്ഞാൽ എന്താ, മനത്രായത്തെ ഇതി മന്ത്ര. മനസ്സിനെ മോചിപ്പിക്കുന്നത് എന്തോ, മോചിപ്പിച്ചിട്ട് ഉയർത്തുന്നത് എന്തോ, അതാണ് മന്ത്രം അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു ശരീരശുദ്ധി പോലെ തന്നെ മനഃശുദ്ധിയും അത്യാവശ്യമാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം മനസ്സിനെ ശുദ്ധീകരിക്കുന്നു എന്നൊക്കെ കണ്ടു. അപ്പൊ എന്താണ് ഈ മനസ്സിന്റെ മാലിന്യം, ഈ മനസ്സിന് ബാധിച്ചിരിക്കുന്ന ഈ മാലിന്യം എന്ന് പറയുന്നത് എന്താണ്? മുകുന്ദമാല സ്തോത്രത്തിലും ഒരു ശ്ലോകമുണ്ട്. ഇത് നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് മുഴുവനൊന്നും പോകുന്നില്ല. പക്ഷെ അതിന്റെ ആദ്യത്തെ വരി മാത്രം ഒന്ന് നമുക്ക് പറയാം. ശത്രുച്ഛേദൈക മന്ത്രം സകല ഉപനിഷദ് വാക്യ സംപൂജ്യ മന്ത്രം. എന്താണ്? ഉപനിഷദ് വാക്യങ്ങളെല്ലാം പൂജിക്കുന്ന ഈ ഹരിനാമ മന്ത്രത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഹരിനാമ മന്ത്രം ശത്രുക്കളെ ഛേദിക്കുന്നു. ആരാണ് നമ്മുടെ ശത്രുക്കള്? അതൊരു ഒന്നൊന്നര ചോദ്യം തന്നെയാ അല്ലെ. പല അമ്പലങ്ങളിലും ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്താറുണ്ട്. പുഷ്പാഞ്ജലി ഇങ്ങനെ നടത്തുമ്പോ തിരുമേനി ഇങ്ങനെ പറയും, മനസ്സില് ശത്രുവിനെ വിചാരിച്ചോളൂ എന്ന് വിചാരിച്ച് അവിടെ ശത്രു സംഹാര പുഷ്പാഞ്ജലി മന്ത്രം ജപിക്കും അല്ലെ. ആരാണ് നമ്മുടെ ശത്രുക്കള്? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഈ 6 ശത്രുക്കൾ, 6 വില്ലന്മാര്. ആരൊക്കെയാ അത്? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. ഈ 6 ശത്രുക്കളാണ് നമ്മുടെ ഉള്ളില്, നമ്മുടെ ശരിയായിട്ടുള്ള ശത്രുക്കൾ. ഈ ശത്രുക്കളെ നമ്മൾ സംഹരിച്ചാല് എന്ത് സംഭവിക്കുന്നു? മനസ്സ് ശുദ്ധമാകും. പിന്നെ നമ്മുടെ ഉള്ളില് ഈ ജീവാത്മാവിന്റെ ഒപ്പം തന്നെ വസിക്കുന്ന, പരമാത്മ രൂപേണ വസിക്കുന്ന ആ ഭഗവാനെ നമുക്ക് അറിയാൻ, നമുക്ക് തൊട്ടറിയാൻ, നമുക്ക് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. ശത്രുച്ഛേദൈക മന്ത്രം, ശത്രുച്ഛേദ മന്ത്രം എന്നല്ല ഇവിടെ പറഞ്ഞ, ശത്രുച്ഛേദൈക മന്ത്രം. ശത്രുക്കളെ സംഹരിക്കാൻ, ഈ ശത്രുക്കളെ, ഈ 6 വില്ലന്മാരെ ഛേദിക്കാൻ, സംഹരിക്കാനുള്ള ഏകമന്ത്രം, ശത്രുച്ഛേദ് ഏകമന്ത്രം. ഏകമന്ത്രമാണ് എന്ത്? ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചൊല്ലിയാൽ മതി. അതിനുമുണ്ട് ഒരു ഗുണം, അതിനുമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചൊല്ലാം. അറിയാണ്ട് ചൊല്ലിക്കഴിഞ്ഞാലും അതിനുമുണ്ട്, ഭഗവാനെ വിളിച്ചാൽ അതിനുമുണ്ട് ഒരു ഫലം. അത് സമർത്ഥിക്കാൻ ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് കേട്ടോ. ഒരിക്കല് ഒരിടത്ത് ഒരു ഭയങ്കര എന്താ പറഞ്ഞ, ഒരു വല്ലാത്തൊരു ദുഷ്ടപ്രകൃതിയായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു നദീതീരത്ത്. അയാളുടെ നല്ലൊരു ഭാര്യ, നല്ല മക്കള്, നല്ല കുടുംബം, എല്ലാം നന്നായിട്ട് അയാൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്കാണെങ്കിൽ ഈ നദിയുടെ അക്കരെ ഒരു വളരെ വൃത്തികെട്ട ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവരായിട്ടായിരുന്നു സമ്പർക്കം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയില്ലേ. നമ്മൾ ആരുടെ കൂടെയാണോ കൂടുന്നത്, ആരായിട്ടാണോ സമ്പർക്കം പുലർത്തുന്നത്, അവരുടെ
അവരുടെ സംസർഗം, അവരുടെ സംസ്കാരമായിരിക്കും അവരെ പോലെ നമുക്ക് കിട്ടുക, അവരെ പോലെ തന്നെ ആയി തീരും നമ്മൾ, അല്ലെ? അപ്പൊ ഈ വൃത്തികെട്ട സ്ത്രീയുടെ കൂടെ, ചീത്ത സ്ത്രീയുടെ കൂടെ കൂടി ഇയാളും അതുപോലെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും ഈ നദി കടന്ന് വഞ്ചിയിൽ പോവും, അപ്പുറത്ത് എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് ഈ സ്ത്രീക്ക് കൊടുക്കാൻ. അങ്ങനെ ഒരു ദിവസം അയാളിങ്ങനെ ഒരു റോസാപ്പൂവും കൊണ്ട് പോവുക, വഞ്ചി ഇങ്ങനെ തുഴഞ്ഞ് അപ്പുറത്തേക്ക് പോവുക, ഒരു റോസാപ്പൂവും കൊണ്ട് പോവുകയാണ്. പക്ഷെ ആ കാറ്റിന്റെ ഗതി കാരണം, വഞ്ചി ഇങ്ങനെ തുഴയുമ്പോൾ കാറ്റിന്റെ ഗതി കാരണം ഇയാളുടെ കയ്യിൽ നിന്ന് ആ റോസാപ്പൂ വെള്ളത്തിലേക്ക് വീണു. അപ്പൊ അയാളിങ്ങനെ അതിങ്ങനെ എടുക്കാൻ ശ്രമിച്ചു, വെള്ളത്തിൽ നിന്ന് ആ പൂ എടുക്കാൻ. പക്ഷെ എന്ത് പറ്റി, വെള്ളത്തിന്റെ ഒഴുക്കില് അത് ഒഴുകി പോയി, ആ പൂ ഒഴുകിപ്പോ അയാൾക്ക് കിട്ടിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു, കൃഷ്ണാർപ്പണം, ഹരേ കൃഷ്ണ, ഇരിക്കട്ടെ കൃഷ്ണന് എന്ന് പറഞ്ഞു, ഒന്നും വിചാരിക്കാതെ അയാൾ പറഞ്ഞു. അങ്ങനെ അയാൾ ജീവിച്ചു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. മറ്റേ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകാനുള്ള സമയമായി, മരിക്കാനുള്ള നേരമായി. യമദൂതന്മാര് വന്നു, അത്രയും ദുഷ്ടാത്മാവാണേ. യമദൂതന്മാര് വന്നു, ഇയാളെയും കൊണ്ട് ഈ ആത്മാവിനെയും വലിച്ചഴച്ച് കൊണ്ടുപോയി യമദേവന്റെ മുമ്പിൽ നിർത്തി. യമനാണ് ഇയാളുടെ റെക്കോർഡ്സ് മുഴുവനും തപ്പി തെരഞ്ഞു നോക്കിയിട്ടും ഒരൊറ്റ നല്ല കാര്യം പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എല്ലാം തിന്മേ ഉള്ളൂ. താൻ നോക്കി വന്നപ്പോ ഒരു നല്ല കാര്യം. അപ്പൊ ഇയാളോട് ചോദിക്കും, നീ ഒരു നല്ല കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് നിനക്ക് ഒരു നിമിഷം സ്വർഗത്തിൽ ജീവിക്കാനുള്ള, സ്വർഗത്തിൽ കഴിയാനുള്ള ഒരു യോഗമുണ്ട്. അപ്പൊ നിനക്ക് ആദ്യം ആ ഒരു നിമിഷം സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് നരകയാതനകൾ പിന്നെ ബാക്കിയുള്ള കാലം മുഴുവൻ അനുഭവിക്കണോ, ആദ്യം നരകയാതനകൾ അനുഭവിച്ചിട്ട് സ്വർഗത്തിൽ ഈ ഒരു നിമിഷത്തേക്ക് പോകണോ എന്ന് ചോദിക്കും. അപ്പൊ ഇയാൾക്കാണെങ്കിൽ ഇയാൾക്ക് നല്ലതൊന്നും ചെയ്തത് ഓർമ്മയില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞ പരലോകത്തെത്തുമ്പോൾ പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ വളരെ അപ്രധാനമായിട്ടുള്ള, ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, നമുക്ക് ഓർമ്മ പോലും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം സിനിമയിൽ നമ്മൾ കാണില്ലേ, ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് മാതിരി. അതുപോലെ ഒരു ഫ്ലാഷ് ബാക്ക് മാതിരി നമുക്ക് എല്ലാം കാണാൻ പറ്റും. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഒട്ടും ഓർമ്മയില്ലാത്ത കാര്യങ്ങളായിരിക്കും എല്ലാം. അതുകൊണ്ട് മനസ്സാ വാച കർമ്മണ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം, എല്ലാം നമുക്ക്. അപ്പൊ ഇയാൾക്കാണെങ്കിൽ നോക്കിയിട്ട് ഇയാൾക്ക് ഒന്നും നല്ലത് കാണുന്നുമില്ല. അവിടെ എത്തിയപ്പോ അപ്പോഴാണ് വിചാരിക്കണേ, ഞാനൊന്നും നല്ലത് ചെയ്തിട്ടില്ലല്ലോ നല്ലത് എന്ന് പറയുമ്പോൾ യമദേവൻ പറഞ്ഞു, ഒരു ദിവസം നീ നദിയിൽ പോകുമ്പോൾ ഒരു റോസാപ്പൂ നിന്റെ കയ്യിൽ നിന്ന് വീണുപോയില്ലേ, അപ്പൊ നീ പറഞ്ഞില്ലേ കൃഷ്ണാർപ്പണം, ഇരിക്കട്ടെ കൃഷ്ണന്, ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അപ്പൊ അയ്യോ, അത് ഞാൻ കൃഷ്ണനെ ഭജിച്ചതൊന്നും അല്ല, കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയില്ലേ, അതുമാതിരി അത് പോയപ്പോ ഇരിക്കട്ടെ കൃഷ്ണനെ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും പറഞ്ഞതല്ല, കൃഷ്ണനെ ഞാൻ മനസ്സിൽ പോലും സ്മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ വിചാരിച്ചു കാണില്ലായിരിക്കും, പക്ഷെ ഭഗവാൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഭഗവാൻ കണക്കിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ആ ഒരു നിമിഷം നിനക്ക് സ്വർഗലോകത്ത് പോകാനുള്ള ഒരു യോഗമുണ്ട് എന്ന്. അപ്പൊ ഇയാൾ പറയും, എന്നാ ഞാൻ ആദ്യം ഒരു നിമിഷം സ്വർഗത്തിൽ പോയിട്ട് ബാക്കി വന്നിട്ട് നരകയാതനകൾ അനുഭവിച്ചോളാം എന്ന് പറയും. അങ്ങനെ ഇയാള് യമദേവൻ തന്റെ ഭടന്മാരെ ഇയാളെ സ്വർഗത്തിലേക്ക് വിടും. അങ്ങനെ സ്വർഗത്തിലേക്ക് ചെന്ന് കയറുമ്പോ എന്താ, അവിടെ കയറി ചെല്ലുമ്പോ തന്നെ ഭംഗിയുള്ള ഒരു പൂങ്കാവനം, വളരെ നല്ലൊരു പൂന്തോട്ടം. അങ്ങോട്ട് കേറിയ ഉടനെ ഇയാള് അവിടെയുള്ള തോട്ടക്കാരനോട് പറയും, സ്വർഗത്തിലെ തോട്ടക്കാരനോട് ഇയാൾ പറയും, എനിക്കൊരു കത്തി തരാമോ പ്ലീസ് എന്ന് ചോദിക്കും. കത്തിയോ, ഇത് മാരകായുധങ്ങളൊന്നും ഇവിടെ ഇല്ല, ഇത് സ്വർഗമാണ്, ഇവിടെ മാരകായുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. അയ്യോ, ആരെയും ഉപദ്രവിക്കാനോ ഒന്നും ചെയ്യാനോ അല്ല, എനിക്കിവിടെ ഒരു നിമിഷം നേരെ ഉള്ളൂ, എനിക്ക് നേരം അധികം ഇല്ല, ഒരു നിമിഷം കഴിഞ്ഞാൽ തിരിച്ചു പോകണം, പ്ലീസ് എനിക്കൊന്ന് തരൂ, ഞാൻ ആരെയും ദ്രോഹിക്കാനല്ല അത് എന്ന് ചോദിക്കും. അങ്ങനെ ഈ തോട്ടക്കാരൻ ഇയാൾക്കൊരു കത്തി കൊടുക്കും. ഇയാൾ ആ കത്തിയും കൊണ്ട് തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ പൂക്കൾ മുഴുവൻ അറുത്ത് കൃഷ്ണാർപ്പണം, ഹരേ കൃഷ്ണ കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടി ആ പൂക്കളൊക്കെ അവിടെ ഇടുക. അപ്പൊ തോട്ടക്കാരനല്ലേ ചീത്ത പറയും, ഇതൊക്കെ നശിപ്പിക്കാനാണോ ഇങ്ങോട്ട് കയറി വന്ന്, ഞങ്ങളുടെ തോട്ടങ്ങൾ, ഇവിടുത്തെ തോട്ടം മുഴുവൻ നശിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഇയാള് പറയാണ്, ഞാൻ ഒരു നിമിഷം മനസ്സാ വാച വിചാരിക്കാണ്ട്, ഭഗവാനെ പോലും ചിന്തിക്കാണ്ട് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു നിമിഷം ഈ സ്വർഗത്തിൽ വന്ന് പെടാൻ എനിക്ക് പറ്റിയത്. അപ്പൊ ഞാൻ മനസ്സറിഞ്ഞ് ശ്രദ്ധാഭക്തിയോടുകൂടി ഞാൻ ഭഗവാനെ വിളിച്ചാല് എന്തായിരിക്കും, എവിടെ എത്തും ഞാൻ, എന്തായിരിക്കും എന്റെ സ്ഥിതി, ഞാൻ ഇപ്പോഴാണത് മനസ്സിലാക്കുന്നത് എന്ന് ഇയാള് പറഞ്ഞു. നമ്മള് ഭഗവത്ഗീതയിൽ പഠിച്ചില്ലേ, 9-ാം അധ്യായത്തില്, ക്ഷീണേ പുണ്യേ മർത്യ ലോകം വിശന്തി. എന്തറിഞ്ഞോ അറിയാതെ എന്ത് പുണ്യം എന്ത് ചെയ്താലും നമുക്കൊരു മേൽഗതി ഉണ്ടാവും, അവിടെ ചെല്ലും സ്വർഗലോകത്ത്. നമ്മുടെ പൈസയൊക്കെ തീരുമ്പോൾ തിരിച്ചു വരണം, ഇല്ലേ? നമ്മുടെ ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ എന്ത് വരും, ക്ഷീണേ പുണ്യേ മർത്യ ലോകം വിശന്തി, അതെല്ലാം കഴിയുമ്പോൾ തിരിച്ച് നിലം പതിക്കും, അല്ലെ? അതേപോലെ തന്നെ ഭഗവാൻ 15-ാം അധ്യായത്തിൽ അതും നമ്മൾ കണ്ടു. എന്താ കണ്ടത്? ഭഗവാന്റെ ധാമത്തിലെത്തിയാൽ യത് ഗത്വാ ന നിവർത്തന്തേ തഥാമ പരമം മമ. 15-ാം അധ്യായത്തിൽ നമ്മൾ അതും പഠിച്ചു, അല്ലെ? ഇവിടെ ആര് എത്തിച്ചേരണോ എന്ന് ഭഗവാൻ പറയണു, എന്റെ ധാമത്തില് പിന്നെ ഒരു തിരിച്ചു പോക്കില്ല, കാരണം ഇതെന്റെ പരമമായിട്ടുള്ള ധാമമാണ് എന്ന് ഭഗവാൻ പറയാം.
അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ നാമമാഹാത്മ്യം എന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം സിമ്പിൾ ആയിട്ടുള്ള ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ശ്രദ്ധാഭക്തിയോടുകൂടി ജപിച്ച് നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ എത്രയോ ജന്മം കോടാനുകോടി ജന്മങ്ങളായി നമ്മൾ എടുക്കണു അല്ലെ. ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് നാമം ജപിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി നമുക്ക് ഇതിൽ നിന്നും മുക്തി നേടാറാകട്ടെ നമുക്ക് എല്ലാവർക്കും. ഇതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും കൊടുക്കുക അല്ലെ. അത് ഏറ്റവും ഭഗവാൻ, അതിപ്പോ നമ്മളിപ്പോ ഈ അവസാനത്തെ ശ്ലോകം ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകങ്ങളിൽ കാണും. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവര് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ മറ്റുള്ളവർക്കും നമുക്കിത് അല്ലെ, നമുക്കുള്ള ധനം നമ്മൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുമ്പോഴല്ലേ അത് ഇരട്ടിക്കുക. അപ്പൊ ഇത് നമ്മൾ പഠിച്ചത് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കുക, മറ്റുള്ളവരെ കൊണ്ടും ജപിപ്പിക്കുക. നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്ത് നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ നാമം ജപിച്ച് നമുക്ക് ജനന മരണ ചക്രത്തിൽ നിന്നും നമുക്ക് മോചിതരാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് ഈ സേവ ഇന്നും അതുപോലെ ഈ കഴിഞ്ഞ 3 മാസക്കാലങ്ങളായിട്ട് ഇടയ്ക്കും തലയ്ക്കും എനിക്ക് സേവ തന്ന ഹിസ് ഗ്രേസ് ദീനനാഥ് പ്രഭുവിനും ഹർ ഗ്രേസ് നളിന മാതാജിക്കും നന്ദി പറയുന്നു. അവരുടെ ചരണാരവിന്ദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു മാതാജി. ഓവർ ടു യു രേഷ്മ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് രാധാശക്തി മാതാജി. വളരെ ഒരു നല്ല സ്റ്റോറി ആയിരുന്നു. ഞാൻ എനിക്ക് കേട്ടല്ല. ഹരിനാമമാഹാത്മ്യത്തെ കുറിച്ച് വളരെ നന്നായിട്ട് മാതാജി. അടുത്തതായിട്ട് ഇന്നത്തെ കൃഷ്ണ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം, നേരത്തെ കേൾക്കണ്ടായിരുന്നില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു സോ മച്ച് മാതാജി. വളരെ നല്ലൊരു സ്റ്റോറി പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇത്രയും നന്നായിട്ട് ക്ലാസ് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് മാതാജി. അടുത്തതായിട്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ദീനനാഥ് വിഠൽ പ്രഭുവിനെ ക്ഷണിക്കുന്നു. അതിന് 2 വാക്കുകൾ. അദ്ദേഹം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ മാസ്റ്റർ കമ്പ്യൂട്ടർ സയൻസിൽ IIT മദ്രാസിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ വിപ്രോ കമ്പനിയിലായിരുന്നു അദ്ദേഹം ജോലി സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സീനിയർ മാനേജറായിട്ട് ദുബായ് അലുമിനിയം കമ്പനിയിൽ പ്ലാന്റ് ഓട്ടോമേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ടത് 1995-ൽ. അത് കഴിഞ്ഞിട്ട് തുടർന്ന് ഹിസ് ഹോളിനെസ് ജയപ്രതാപ് സ്വാമി മഹാരാജിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഫുൾ ഫാമിലി, അതായത് മാതാജി ആണെങ്കിലും അദ്ദേഹത്തിന്റെ 2 പെൺകുട്ടികളും എല്ലാവരും ഹരേ കൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് നല്ലപോലെ ബന്ധം പുലർത്തിയിട്ട് സേവകൾ ചെയ്തുകൊണ്ട് വരുന്നു. സോ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതായിട്ട് ദീനാനാഥ് പ്രഭുവിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം ശ്രീഗുരും ഭവതാരണം. കഥാഞ്ജന സ്മൃതേസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമ്യഹം. ഹരേ കൃഷ്ണ. ഇന്നത്തെ ലാസ്റ്റ് ഈ സെഷന്റെ ലാസ്റ്റ് ഭഗവത്ഗീതയുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഒരു ക്ലാസ് കൂടിയുണ്ട്. കേൾക്കാമോ എല്ലാവർക്കും? ആരെങ്കിലും ഒരാളെങ്കിലും വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ, അവസാനത്തെ ക്ലാസ്സിലേക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ ആരൊക്കെ സംസാരിക്കുന്നു. ഓക്കെ, അപ്പം അവസാനത്തെ ക്ലാസ് ആണ്. അപ്പൊ ഈ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ഭഗവത്ഗീതയിലെ അവസാനത്തെ 18 ശ്ലോകങ്ങളാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 18 എന്ന് പറയുന്ന സംഖ്യ ഏതെങ്കിലും ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏത് ഗ്രന്ഥമാണത്? പുരാണങ്ങൾ. ഏത് ഗ്രന്ഥത്തിന്റെ പേര്? മഹാഭാരതം. ഓക്കെ, മഹാഭാരതവും 18ആയിട്ട് ബന്ധമുള്ളതായിട്ട് പറയുന്നു. അതായത് അതില് 18 പർവ്വങ്ങളാണ്. ഓക്കെ, മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാന സംഭവം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ്. കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ യുദ്ധം നടന്നു. അത് 18 ദിവസമാണ് നീണ്ടു നിന്നത്. മാത്രമല്ല ആ യുദ്ധത്തിൽ 11 അക്ഷൗഹിണികള്
കൗരവന്മാരുടേത് 7 എണ്ണം, പാണ്ഡവരുടേത്, അങ്ങനെ ചേർന്ന് 18 അക്ഷൗഹിണികളാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല, നേരത്തെ നമ്മുടെ ലളിത മാതാജി പറഞ്ഞതുപോലെ മഹാഭാരതത്തിന്റെ സർവസ്വമായ ഗീതയിലും 18 അധ്യായങ്ങളാണുള്ളത്. അങ്ങനെ 18 എന്ന സംഖ്യ മഹാഭാരതവുമായിട്ട് വളരെ ചേർന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ 18 അധ്യായങ്ങളുള്ള 700 ശ്ലോകങ്ങൾ, ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അതിന്റെ അവസാനത്തെ 18 ശ്ലോകങ്ങളാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ ഈ 18ാം അധ്യായം ഗീതയുടെ ഒരു കൺക്ലൂഷൻ അഥവാ ഉപസംഹാരം എന്ന് പറയാം. ശരിക്കും നോക്കിക്കഴിഞ്ഞാല് നമ്മളെ എസ് ഒക്കെ എഴുതാനായിട്ട് പഠിപ്പിക്കുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് പറയും ആദ്യം ഒരു വിഷയം എന്താണ് പറയാൻ പോകുന്നതെന്ന് ചുരുക്കി പറയണം, പിന്നെ അത് വിവരിച്ച് പറയണം, അതിനുശേഷം അവസാനം അത് എന്താണ് പറഞ്ഞതെന്ന് ഒന്നുകൂടി ചുരുക്കി നിങ്ങൾ പറയണം, അല്ലെ? ഭഗവാൻ ഇതേ ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവാൻ ആദ്യം സംസാരിച്ചത് 2ാമത്തെ അധ്യായത്തിലാണ്. ആ 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ എല്ലാം തന്നെ ചുരുക്കി ഭഗവത്ഗീതയുടെ കണ്ടന്റ് ചുരുക്കി പറഞ്ഞിരിക്കുന്നു. അതേപോലെ അവസാനം പറഞ്ഞിരിക്കുന്ന 18ാം അധ്യായത്തിലും ഭഗവത്ഗീതയുടെ ഗീതോപദേശം മുഴുവനും ഉപസംഹരിച്ചിരിക്കുകയാണ്. അപ്പം ഇതിന്റെ പേര് മോക്ഷ സന്യാസ യോഗം അഥവാ സന്യാസത്തിന്റെ പരിപൂർണത എന്നാണ്. ഭഗവാനുള്ള ശരണാഗതിയെ എങ്ങനെ അരക്കിട്ട് ഉറപ്പിക്കാനായി മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ഈ അധ്യായത്തില്. ഇത് എവിടെയാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മഫലം കർമ്മഫലം ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് കർമ്മഫലം ത്യജിക്കണം, കർമ്മത്തെ അല്ലേ ത്യജിക്കേണ്ടത്. കർമ്മം നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല, അതുകൊണ്ട് കർമ്മങ്ങൾ ഉപേക്ഷിക്കരുത്. പക്ഷേ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും കർമ്മഫലങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇവിടെ അർജുൻ യുദ്ധം ചെയ്യാൻ പോവാണ്. അപ്പം യുദ്ധത്തിന്റെ റിസൾട്ട് എന്തായാലും അത് തന്നെ കർത്തവ്യമായി മനസ്സിലാക്കി അത് ചെയ്യണം, ആ യുദ്ധം ചെയ്യണം എന്നാണ് ഭഗവാൻ അർജുനെ ഓർമ്മിപ്പിക്കുന്നത്. ആ കർത്തവ്യം എന്ന രീതിയിൽ ഒരു ഫലം പ്രതീക്ഷിക്കാതെ, ഒരു ഫലാസക്തിയും ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കർമ്മഫലം ഇല്ല തന്നെ. അങ്ങനെ കർമ്മഫലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇതാണ് ഭഗവാന്റെ ഉപദേശം. അപ്പൊ ഈ അധ്യായത്തില് ആദ്യത്തെ 12 ശ്ലോകങ്ങളില് ഭഗവാൻ കർമ്മയോഗം, ഭഗവത്ഗീതയിൽ കർമ്മയോഗം എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 6 അധ്യായങ്ങൾ. അപ്പൊ ആദ്യത്തെ 6 അധ്യായത്തിന്റെ ഒരു രത്ന ചുരുക്കമാണ് ആദ്യത്തെ 18ാം അധ്യായത്തിലെ ആദ്യത്തെ 12 ശ്ലോകങ്ങൾ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ സന്യാസം എന്നാൽ കർമ്മം ത്യജിക്കുകയല്ല, കർമ്മഫലത്തെ ത്യജിക്കുകയാണ്. അപ്പൊ അതെന്ന് പറയുന്നത് സത്വഗുണത്തിലുള്ള ത്യാഗമാണ്. സത്വരജസ് തമോ ഗുണങ്ങളെ പറ്റി ത്യാഗം, ദാനം, യജ്ഞം, ആഹാരം, ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ 17ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിന് ഉള്ള അതിന്റെ ഒരു ത്യാഗത്തിന്റെ, സത്വഗുണത്തിലുള്ള ത്യാഗത്തിന്റെ ഉദാഹരണമാണ് ഇത്. പിന്നെ 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ജ്ഞാനയോഗം സമറൈസ് ചെയ്തു. അതായത് 13ാമത്തെ അധ്യായം മുതൽ 17ാമത്തെ അധ്യായത്തിൽ വരെ ഭഗവാൻ എന്തു പറഞ്ഞുവോ അത് വളരെ ചുരുക്കി 6 ശ്ലോകങ്ങളിലായിട്ട് അവിടെ പറഞ്ഞു. അവിടെ കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ, ദേഹം, ദേഹി, ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ്, ഇങ്ങനെ ഈ 5 ഘടകങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരമാത്മാവാകുന്നു. ദൈവം ച പഞ്ചമം എന്ന് പറഞ്ഞില്ലേ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ. പരമാത്മാവിന്റെ നിർദ്ദേശത്തിൽ പ്രവർത്തിച്ചാൽ കർമ്മഫലങ്ങൾ നമ്മെ ബാധിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ 19 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളില് ഈ നേരത്തെ പറഞ്ഞ 5 ഘടകങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ പ്രകൃതിയുടെ ചെയ്യുന്ന പ്രവൃത്തികൾ പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ ചെയ്യപ്പെടുന്നു എന്ന് വിശദീകരിച്ചു. 41 മുതൽ 48 വരെ ഓരോരുത്തരും തന്റെ സ്വഭാവം അനുസരിച്ചിട്ട്, അതായത് ബ്രാഹ്മണ സ്വഭാവം, ക്ഷത്രിയ സ്വഭാവം, വൈശ്യ സ്വഭാവം, ശൂദ്ര സ്വഭാവം, ഇങ്ങനെ ഇതിന് അനുയോജ്യമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ഭഗവാനെ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ള അതാണ് ഉപദേശമാണ് നൽകിയത്. 49 മുതൽ 55 വരെ വളരെ രഹസ്യമായിട്ടുള്ള ജ്ഞാനം ഭഗവാൻ പറയുന്നു. അതായത് ഏറ്റവും രഹസ്യമായിട്ടുള്ള എന്താണ്? അതായത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ്, താൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള അറിവ്. അപ്പം ജ്ഞാനയോഗത്തിലൂടെ ഫലരഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമുക്ക് ബ്രഹ്മൺ തലത്തിൽ എത്താം. ഓക്കെ, എന്നിട്ട് അങ്ങനെ ശുദ്ധ
ഭക്തിയുത സേവനത്തിൽ എത്താം എന്നുള്ള മെസ്സേജാണ് 49 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞത്. 56 മുതൽ 60 വരെ ശുദ്ധ ഭക്തിയുത സേവനത്തെ പറ്റി പറയുന്നു. ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ഭഗവാന്റെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അതീതനാകാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ 60 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള 18 ശ്ലോകങ്ങളാണ് ഇന്ന് നോക്കേണ്ടത്. ഈ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ 61 മുതൽ 63 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്, നേരത്തെ രഹസ്യമായിട്ടുള്ള അറിവ് പറഞ്ഞു, ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം, അതായത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അഥവാ താൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ജ്ഞാനത്തെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പം അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഗുഹ്യതരമായിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടില്ലേ? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം, സൂപ്പർലേറ്റീവ്. അപ്പൊ അതേപോലെ ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം, ഇങ്ങനെ 3 തരത്തിലുള്ള അറിവിനെ പറ്റി ഭഗവാൻ ഈ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇനി 61, 63 പറയുന്നത് ഗുഹ്യതരമായിട്ടുള്ള അറിവ്. അതായത് നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണ്. നമ്മുടെ ശരീരത്തിനുള്ള ആരുണ്ട്? പരമാത്മാവും നമ്മുടെ കൂടെയുണ്ട്. ആത്മാവിന്റെ കൂടെ പരമാത്മാവും ഉണ്ട്. ആ പരമാത്മാവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് കൂടുതൽ. നേരത്തെ നമ്മൾ ആത്മാവാണ് എന്നുള്ള അറിവിനേക്കാളും കൂടുതലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള അറിവ് എന്താണ്? ആ പരമാത്മാവിനെ നമുക്ക് ആശ്രയിക്കണം. താൻ ആത്മാവാണ് എന്ന അറിവിനേക്കാൾ ശ്രേഷ്ഠമാണ് ആ അറിവ്. ഓക്കെ, അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് പോവാം. ശ്ലോകം 61. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ നമ്മള് 13ാം അധ്യായത്തിൽ പരമാത്മാവ് ആരാണ് എന്നത് ഭഗവാൻ അതിന്റെ പറഞ്ഞിരുന്നു. ഉപദൃഷ്ടാനുമന്താജ ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹസ്മിൻ പുരുഷപര. ഈ ദേഹത്തിൽ വേറൊരു പരമപുരുഷനായിട്ടുള്ള ഒരാളുണ്ട്. അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഉപദൃഷ്ട, അടുത്ത് നിന്നിട്ട് എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നു, എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നു. അനുമന്ത, അനുമന്ത എന്ന് വെച്ചാൽ അനുമതി നൽകുന്നവൻ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ പരമാത്മാവിന്റെ അനുമതി ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനെയും സകലതിനെയും ഭരിക്കുന്നവൻ. ഭോക്ത എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിന്റെയും പരമമായിട്ടുള്ള ആസ്വാദകൻ ആ പരമാത്മാവാണ്. പിന്നെ മഹേശ്വര, പ്രകൃതിയുടെ പരമപ്രഭുവാണ് ആ പരമാത്മാവ്. അങ്ങനെയുള്ള ഈ പരമാത്മാവ് ഈശ്വരനാണ്, നിയന്ത്രാവാണ്. എങ്ങനെ വർത്തിക്കുന്നു? ഒരു പാവ കളിക്കാരനെ പോലെ. യന്ത്രാരൂഢാനി മായയാ. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. എല്ലാ ജീവജാലങ്ങളെയും ഒരു യന്ത്രത്തിൽ ഇരിക്കുന്ന പോലെ എല്ലാവരെയും ജസ്റ്റ് നിയന്ത്രിക്കുന്നു. ഇത് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈശസ്യ വശയിലോകോ യോഷാ ദാരുമയീയഥ. ഈശന്റെ ഭഗവാന്റെ വശത്തിൽ എന്താണ് വശത്തില്? ലോകം മുഴുവനും ഭഗവാന്റെ വശത്തിലാണ്. ഏതു വിധത്തില്? യേഷാ ദാരുമയി യഥ. ദാരുമയി എന്ന് വെച്ചാല് മരപ്പാവ എങ്ങനെയാണോ പാവകളിക്കാരന്റെ കയ്യിൽ ഇരുന്ന് അയാളുടെ ആ നിർദ്ദേശപ്രകാരം ഓരോ ചലനവും ചെയ്യുന്നത്, അതേപോലെ ഈ ലോകവും ഭഗവാന്റെ വശത്തിലാണ് പൂർണ്ണമായും വർത്തിക്കുന്നത്. അപ്പോ ഇവിടെ അർജുനൻ അഥവാ ഒരു ജീവാത്മാവിന് എല്ലാ വിധത്തിലുള്ള അറിവുമില്ല. അയാളുടെ പൂർവ്വകർമ്മം അനുസരിച്ച് പരമാത്മാവ് അയാളെ നയിക്കുകയാണ്. അപ്പം ഈ ജീവനാകട്ടെ പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അധീനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജീവൻ അങ്ങനെ സ്വതന്ത്രൻ അല്ലാത്തത് കൊണ്ട് സദാ ഭഗവാന്റെ അല്ലെങ്കിൽ പരമാത്മാവിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് ജീവന്റെ കർത്തവ്യം. അതാണ് ഇവിടെ പറയുന്നത്.
ഓക്കെ. അഥവാ അടുത്ത ശ്ലോകത്തിൽ അത് ഭഗവാൻ പറയുന്നു, വ്യക്തമായിട്ട് പറയുന്നു. ഭഗവാനെ ശരണം പ്രാപിക്കണം, പരമാത്മാവിനെ ശരണം പ്രാപിക്കണം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 62, ശ്ലോകം 62. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. അപ്പോ നമ്മള് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവിനെ, പരമപുരുഷനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചാൽ അവിടുത്തെ കരുണയാൽ നമുക്ക് ശാന്തി ലഭിക്കും. നമുക്ക് പരമപദം അഥവാ ശാശ്വതമായ സ്ഥാനം. എന്താണ് ആ സ്ഥലം? അത് ആധ്യാത്മിക ലോകം അഥവാ വൈകുണ്ഠമാകുന്നു. വൈകുണ്ഠം എന്ന് വെച്ചാൽ കുണ്ഠിതം ഇല്ലാത്ത സ്ഥലം, വൈകുണ്ഠം. അവിടെ ലഭിക്കും. അങ്ങനെ നമുക്ക് എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭ്യമാകും. അത് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്താണ് ആ മാർഗം? നമ്മള് പരമാത്മാവിനെ ആശ്രയിക്കണം, അതിനെ ശരണം പ്രാപിക്കണം. അതാണ് 62ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 63ാമത്തെ ശ്ലോകത്തില് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാതരം മയാ വിമർശയിതത് അശേഷേണ യഥേച്ഛസി തഥാ കുരു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതായത് ഗുഹ്യതരം, രഹസ്യമായിട്ടുള്ളതിൽ കൂടുതൽ രഹസ്യമായിട്ടുള്ള അത് ആണ് ഞാൻ നിനക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ നിനക്കായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ അർജുനന് എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ പറയുന്നത് ഞാൻ പറഞ്ഞു നീ ചെയ്യൂ എന്നാണോ പറയുന്നത്? അല്ല, ഭഗവാൻ പറയുന്നത് എന്താണ്? വിമർശയിതത് അശേഷേണ, നന്നായിട്ട് ആലോചിച്ച് വിമർശിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം നീ തീരുമാനമെടുക്കൂ, നീ എന്ത് ചെയ്യണം എന്ന്. ചോയ്സ് ആർക്കാണ്? അർജുനാണ്. ഉപദേശം സ്വീകരിക്കണോ, അതനുസരിച്ച് പ്രവർത്തിക്കണോ, എന്ത് ചെയ്യണം, എന്ത് ചെയ്ത് എന്നുള്ള ആ തീരുമാനം എടുക്കാനുള്ള ചുമതല അർജുനാണ്. ഓക്കെ. അപ്പം നന്നായി ആലോചിക്കുക, എന്നിട്ട് തീരുമാനിച്ച ശേഷം ഇഷ്ടമുള്ളത് ചെയ്യൂ. യഥേച്ഛസി തഥാ ഗുരു. നീ യഥേച്ഛസി എന്ന് വെച്ചാൽ നീ എന്ത് ആഗ്രഹിക്കുന്നോ അത്. ഓക്കെ. തഥാ ഗുരു, അതേപോലെ അത് തന്നെ ചെയ്യൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ ഒരിക്കലും നമ്മുടെ നാമമാത്രമായ ഒരു ചെറിയ അളവിലാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. ഫ്രീ വിൽ, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഏത് വ്യക്തിക്കും ഏത് നിമിഷത്തിലും അത് ഉപയോഗിക്കാനുള്ള എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതിൽ ഭഗവാൻ കൈകടത്തില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ്? കർമ്മം ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടി ആയതുകൊണ്ട്. ഓക്കെ. കാരണം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, മൂലബന്ധം എന്നുള്ളത് സ്നേഹമാണ്, സേവനമാണ്. ഈ ഒരു കാര്യം ഭഗവാൻ ഒരിക്കലും ഒരു ആയുധം ഒരു ഗൺ പോയിന്റിൽ വെച്ചിട്ട് എന്നെ സ്നേഹിക്കൂ എന്ന് ഭഗവാൻ പറയുന്നത് ഭഗവാൻ ചെയ്യില്ല. കാരണം സ്നേഹം അങ്ങനെ പിടിച്ചു പറിക്കാവുന്ന ഒരു സാധനമല്ല. നമ്മൾ സ്നേഹിക്കണോ, ഭഗവാനെ സ്നേഹിക്കണോ ഇല്ലയോ എന്ന്, ഒരു കുട്ടിയെ അമ്മയെ സ്നേഹിക്കണോ വേണ്ടയോ എന്നുള്ളത് കുട്ടിയുടെ തീരുമാനമാണ്. അത് കുട്ടി സ്നേഹത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അമ്മയ്ക്ക് അതിൽ ആഗ്രഹമുള്ളൂ. അല്ലാതെ അമ്മ പറയില്ല നീ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ ചെവിക്ക് പിടിച്ചിട്ടാണോ ചെയ്യുന്നതല്ല. അതേപോലെ ഭഗവാനും നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിയണോ അതോ ഭഗവാനെ പുറംതിരിഞ്ഞ് നിൽക്കണോ എന്നുള്ള ആ സ്വാതന്ത്ര്യം നമുക്ക് ഏത് നിമിഷവും ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഭൗതികമായിട്ടുള്ള അവസ്ഥ എന്താണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഭഗവാന്റെ അടുത്ത് തിരിയാനുള്ള ആ എന്താണ് നമുക്ക് ആ കഴിവ് അഥവാ ആ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. അത് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ഒരാൾക്ക് ഉപയോഗിക്കാം. അയാളുടെ ഭൗതിക സ്ഥിതി ഏറ്റവും ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾ, അഥവാ ഒന്നും തന്നെ ഒരു തരി പൈസ പോലും ഇല്ലാത്ത ആള്,
അഥവാ ആരോഗ്യമില്ലാത്ത ഒരാൾ ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഭഗവാന്റെ അടുത്ത് ഭഗവാനെ നോക്കി നിൽക്കണോ, ഭഗവാനെ പുറംതിരിഞ്ഞ് നിൽക്കണോ എന്നുള്ള ആ സ്വാതന്ത്ര്യം എന്നുള്ളത് ആ വ്യക്തിക്കുള്ളതാണ്. അയാളുടെ ഭൗതികമായിട്ടുള്ള അവസ്ഥ ആ ഒരു തീരുമാനത്തെ ബാധിക്കുന്നേയില്ല. ഓക്കെ, അപ്പം ഈ ഭഗവത്ഗീതയുടെ ഇനി ഭഗവത്ഗീതയുടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് തന്റെ ജീവിതം എത്രമാത്രം ശ്രേഷ്ഠമാക്കാം, ഉത്കൃഷ്ടമാക്കാം എന്നുള്ളതാണ്. അപ്പം ഭഗവാൻ അതിനായിട്ട് അർജുനന് നൽകിയ ഉപദേശം ഇതെല്ലാ ജീവാത്മാക്കൾക്കും ബാധകമാണ്. അർജുനെ ജസ്റ്റ് മുൻനിർത്തി നേരത്തെ ആ ശ്ലോകത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? സർവോപനിഷദോ ഗവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ അല്ലെ. അപ്പം അർജുനെ പശുക്കിടാവാക്കി വെച്ചുകൊണ്ട് പാല് കറക്കമാണ് ഭഗവാൻ. ഉപനിഷത്തുകളുടെ സാരം. അപ്പം അതൊരു ജസ്റ്റ് ഒരു അർജുനെ നിമിത്തമാക്കിയിട്ട് ആ ആധ്യാത്മിക ജ്ഞാനം മുഴുവനും ഭഗവാൻ ഇവിടെ വിവരിച്ചിരിക്കുന്നു. അപ്പം ഇത് എല്ലാ ജീവാത്മാക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നിരിക്കുന്ന ഈ ഉപദേശം. ആ ഉപദേശത്തിൽ ഗുഹ്യതരം, രഹസ്യതരമായിട്ടുള്ള എന്താണ്? ഹൃദയത്തിലുള്ള പരമാത്മാവിനെ ശരണം പ്രാപിക്കൂ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം വരും. ഇവിടെ അർജുനന് ഭഗവാൻ നേരിട്ട് ഉപദേശം നൽകി, കൃഷ്ണൻ നേരിട്ട് മുമ്പിൽ നിന്ന് ഉപദേശം നൽകി. നമ്മുടെ മുമ്പിൽ കൃഷ്ണനല്ലോ, നമുക്ക് എങ്ങനെ ഉപദേശം കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? കൃഷ്ണന്റെ ഒരു പ്രതിനിധിയും വിശ്വാസ്യനുമായിട്ടുള്ള ഒരു ആധ്യാത്മിക ആചാര്യനിൽ നിന്നും നമുക്കും അങ്ങനെയുള്ള ഉപദേശങ്ങൾ ലഭിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കും നന്മ വരും. ഓക്കെ, ഇനി 64 മുതൽ 66 വരെ. അപ്പം ഗുഹ്യതരം. ഇനി അടുത്ത എന്താണ്? അടുത്ത തലം ഗുഹ്യതമം. അപ്പം ഗുഹ്യതമമായിട്ടുള്ള ജ്ഞാനമാണ് 64 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങളിൽ അത് പറയുന്നത്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 63-ാമത്തെ ശ്ലോകത്തോടുകൂടി ഗീതോപദേശം ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മുഴുവനും കേട്ട് നന്നായിട്ട് ചിന്തിക്കുക, എന്നിട്ട് അത് ചിന്തിച്ച ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുത്ത് അത് ചെയ്യുക എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ അർജുനന്റെ മനസ്സിൽ എന്തായി? അയ്യോ ഭഗവാൻ ഇത്രയും നേരം ഈ 2-ാമത്തെ അധ്യായത്തിൽ തുടങ്ങി 17-ാമത്തെ അധ്യായം 18-ാമത്തെ അധ്യായം തീർന്നു. ഈ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം തന്നെ ഞാനൊന്ന് മനസ്സിൽ കൂടി ഇങ്ങനെ ഒരു ഫാസ്റ്റ് ഫ്ലാഷ് ബാക്കിൽ കൂടി നോക്കുകയാണ് അർജുനൻ. അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള ആ ചിന്ത അർജുനന്റെ മനസ്സിലുണ്ട്. ആ അർജുനന്റെ ആ ചിന്ത നിറയുന്ന ആ മുഖം കണ്ടിട്ട് ഭഗവാന് അർജുനന്റെ അടുത്ത് വളരെയധികം കരുണ തോന്നി. അപ്പം ഭഗവാൻ പറയാണ്, ഇതുവരെ പറഞ്ഞതിന്റെ സാരാംശം ഞാനിപ്പോൾ പറഞ്ഞുതരാം. കാര്യം നീ ഇത്രയും 700 ശ്ലോകങ്ങൾ നീ എല്ലാം ഒന്നുകൂടി ആലോചിച്ച് അതിൽ എന്താണ് സാരാംശം എന്നുള്ളത് നീ കണ്ടുപിടിക്കണ്ട. അതിന്റെ സാരാംശം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട്, അപ്പം ഇത് മുഴുവൻ പറഞ്ഞതിന്റെ എല്ലാം തന്നെ റിവ്യൂ ചെയ്യാനായിട്ട് നീ ബുദ്ധിമുട്ടണ്ട, ഞാനിപ്പം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഈ 3 ശ്ലോകങ്ങളിൽ പറയണം. ഓക്കെ, അപ്പം ഈ ഗീതാസാരം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതാണ്. ഇപ്പം പരീക്ഷയുടെ സമയമല്ലേ, അമ്മ ബുദ്ധിമുട്ടി ഇരുന്നിട്ട് കുട്ടിയെ പഠിപ്പിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് എല്ലാം ഹാൾ ടിക്കറ്റും എല്ലാം തന്നെ പെൻസിൽ പേന എല്ലാം തന്നെ ബാഗിലാക്കി വെച്ചിട്ട് ഗേറ്റില് കുട്ടിയെ വാഹനത്തിൽ അയക്കാൻ പോകുമ്പോഴത്തേക്ക് അമ്മ പറയും, നന്നായിട്ട് ആലോചിച്ചിട്ട് പരീക്ഷ എഴുതണം. ഒന്നുമില്ലെന്നുണ്ടെങ്കിലും നീ ആ ഫോർമുല ഒന്ന് ഓർത്തിരിക്കണം. ആ ഫോർമുല ഓക്കെ, ആ ലാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കാര്യം അമ്മ അവസാനം ഒന്ന് ഓർപ്പിച്ചു വിടും അല്ലെ. ലാസ്റ്റ് 1 മിനിറ്റിൽ കൊണ്ട് അത് മാത്രം ഒന്ന് ഓർപ്പിച്ചു വിടും. അതാണ് ഏറ്റവും പ്രധാനം. പരീക്ഷയ്ക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ ഭഗവാനും വെറും 2 ശ്ലോകങ്ങളിലായിട്ട് ഈ ഭഗവത്ഗീതയുടെ സാരാംശം ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം 2 ശ്ലോകങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കും. നമുക്ക് നോക്കാം. അപ്പം 64 സർവഗുഹ്യതമം ഭൂയ
ശൃണു മേ വചനം പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. എനിക്ക് എത്രയും പ്രിയപ്പെട്ട സുഹൃത്തായതിനാലാണ് പരമഗുഹ്യമായ ഈ ജ്ഞാനം, സർവോത്തമമായ ഈ ഉപദേശം നിനക്ക് നൽകുന്നത്. ഇനിയും കേൾക്കൂ, നിന്റെ മേന്മയ്ക്ക് വേണ്ടിയാണത്. ഓക്കെ, അപ്പം ഗുഹ്യം, ഗുഹ്യം എന്ന് പറഞ്ഞത് 51 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളില് ബ്രഹ്മണിനെ കുറിച്ച് പറഞ്ഞു. ബ്രഹ്മൺ ജ്ഞാനം. പിന്നെ 61 മുതൽ 63 വരെ പരമാത്മാവിനെ കുറിച്ച് ഗുഹ്യതരമായിട്ടുള്ള, അതായത് കൂടുതൽ രഹസ്യതരമായിട്ടുള്ളത്, അതായത് സീക്രട്ട്, മോർ സീക്രട്ട്, ഓക്കെ, ആയിട്ടുള്ള പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം പറഞ്ഞു. ഇവിടെ പറഞ്ഞു തരുന്നത് എന്താണ്? സർവഗുഹ്യതമം, ഏറ്റവും രഹസ്യമായിട്ടുള്ളത്, മോസ്റ്റ് സീക്രട്ടീവ് നോളജ്. അതെന്താണ്? ഭഗവാനുള്ള ശരണാഗതി. അത് കാര്യം ഇവിടെ ബ്രഹ്മൺ, പരമാത്മാവ്, ഭഗവാൻ. ഓക്കെ, ആദ്യം ബ്രഹ്മനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഭഗവാനെ കുറിച്ച് പറയുന്നു, ഭഗവാന്റെ ശരണാഗതി പറയുന്നു. ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പോരാ, ഭഗവാനിൽ ഒരാളെ പൂർണ്ണമായിട്ട് ഭഗവാനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണത്. ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നു, വദന്തി തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ഓക്കെ, ഈ തത്വം, തത്വം എന്ന് ഉള്ളത് അദ്വയമായിട്ട് ഒരു വ്യത്യാസവുമില്ല. ഏതൊക്കെയാണ്? ബ്രഹ്മൻ, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. അത് പരമാത്മായ സത്വം, ആബ്സല്യൂട്ട് ട്രൂത്ത് എന്നുള്ളത്, അത് ബ്രഹ്മൻ എന്ന് പറയാം, പരമാത്മാവ് എന്ന് പറയാം, ഭഗവാൻ എന്നും പറയാം. അത് വ്യത്യാസം ഇതാണ്. അദ്വയം, രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഈ 3 കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. എന്തിലാണ് വ്യത്യാസം വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരമാത്മാവ് എന്ന് കഴിഞ്ഞാലും ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തിലാണ് വ്യത്യാസം? നമ്മുടെ അറിവിന്റെ തലത്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പിടിയിൽ നമ്മൾ ബ്രഹ്മൻ ജ്ഞാനത്തെ മനസ്സിലാക്കുന്നു, അതായത് ഭഗവാന്റെ സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ആ ക്വാളിറ്റി, അതേപ്പറ്റി മനസ്സിലാക്കും. പരമാത്മാവിനെ പറ്റി മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മളെ സത് ചിത് പൊട്ടൻസി, ഭഗവാന്റെ സത് ചിത് പൊട്ടൻസി, അതായത് ശാശ്വത എറ്റേണിറ്റി, പിന്നെ ഓൾ നോളജബിൾ, സർവജ്ഞാനം, എല്ലാ ജ്ഞാനവും ഉള്ളത് അറിവ്. പരമാത്മാവിനെ എല്ലാത്തിനെ കുറിച്ചുള്ള, എല്ലാവരെയും കുറിച്ചുള്ള അറിവുണ്ട്. അപ്പം ആ 2 കാര്യങ്ങൾ, ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഭഗവാൻ എന്നുള്ള ആ തത്വം മനസ്സിലാക്കുമ്പോഴത്തേക്കും സത് ചിത് ആനന്ദം, 3 ഇതും ആസ്പെക്റ്റും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം പക്ഷെ ഇത് ഒന്ന് തന്നെയാണ്, കാര്യം ഒന്ന് തന്നെയാണ്, പക്ഷെ നമ്മൾ പഠിക്കുന്നത് വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഞാൻ കെമിസ്ട്രി പഠിക്കുകയാണ്. ഓക്കെ, പ്രീ ഡിഗ്രിക്ക് കെമിസ്ട്രി പഠിച്ചു, BSc കെമിസ്ട്രി പഠിച്ചു, MSc കെമിസ്ട്രി പഠിച്ചു. പഠിക്കുന്നത് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലും ഒരേ കാര്യമായിരിക്കും പഠിക്കുന്നത്, മെറ്റലർജി ആയിരിക്കും പഠിക്കുന്നത്. പക്ഷെ മെറ്റലർജി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നതും BSc പഠിക്കുന്നതും MSc പഠിക്കുന്നതും വ്യത്യാസമുണ്ട്. അതിന്റെ ഡീപ്പർ നോളജാണ് വരുന്നത്. അതേപോലെ ഭഗവാനെ കുറിച്ചുള്ള നമ്മുടെ 3 തരത്തിലുള്ള നോളജാണ് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നു പരമം വച, പരമമായ വാക്കുകളെ, സർവഗുഹ്യതമം, ഏറ്റവും രഹസ്യമായ, ശൃണു, നീ കേൾക്കൂ. എന്തുകൊണ്ടാണ് നിന്റെ അടുത്ത് പറയുന്നത് ഇത്? ഇഷ്ടോസി, നീ എന്റെ പ്രിയപ്പെട്ടവനാകുന്നു. ഭഗവാന്റെ പൊസിഷനിൽ, ആ ഭഗവാന്റെ ആ അധികാരത്തിൽ അർജുന പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇഷ്ടോസി, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇവിടെയുണ്ട്, സർവഗുഹ്യതമം ഭൂയഹ. ഭൂയഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്നാണ് അർത്ഥം. ഭൂയോ ഭൂയോ നമാമ്യഹം എന്ന് കിട്ടിയിട്ടില്ലേ? വീണ്ടും വീണ്ടും നമിക്കുന്നു, അങ്ങയെ ഞാൻ നമിക്കുന്നു എന്ന് പറയുന്നത്. ഭൂയഹ, വീണ്ടും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയാൻ പോവുകയാണ്. അപ്പം ഇനി പറയാൻ പോകുന്ന ശ്ലോകം നോക്കൂ, ഇത് എവിടെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പം 65-ാമത്തെ ശ്ലോകം, മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ
നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ഓക്കെ, ഓർമ്മയുണ്ടോ ഇതെവിടെയാണ് നമ്മൾ കേട്ടതെന്ന്? ആരെങ്കിലും? ഭഗവാൻ പറഞ്ഞു ഭൂയോ, വീണ്ടും പറയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എവിടെയോ നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്. എവിടെയാണ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 9-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 കാര്യങ്ങൾ. ഓക്കെ, എപ്പോഴും ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ ഭക്തനാകുക, ഭഗവാന് വേണ്ടി യജ്ഞം അനുഷ്ഠിക്കുക, ഭഗവാനെ നമസ്കരിക്കുക. ഈ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. എപ്പോഴും ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ ഭക്തനാകുക, ഭഗവാന് വേണ്ടി യജ്ഞം അനുഷ്ഠിക്കുക, ഭഗവാനെ നമസ്കരിക്കുക. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മന്മനാഭവ. ഓക്കെ, മനസ്സ് കൃഷ്ണനിൽ കേന്ദ്രീകരിക്കുക. ഇത് രഹസ്യതമമായിട്ടുള്ള ജ്ഞാനമാകുന്നു. കൃഷ്ണന്റെ 2 കൈയിലും ഓടക്കുഴൽ പിടിച്ച് മയിൽപീലി ചൂടി നീലക്കാർ വർണ്ണൻ, ആ നീലക്കാർ വർണ്ണ രൂപം നമ്മൾ സദാ സ്മരിക്കണം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? മദ്ഭക്തോ ഭവ. കൃഷ്ണന്റെ ഭക്തനായി തീരണം. ജ്ഞാനം, യോഗം തുടങ്ങിയ പ്രക്രിയകളല്ല ഭഗവാനെ സ്മരിക്കേണ്ടത്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച്, ഭഗവാന്റെ പേര് ആദ്യത്തെ അധ്യായത്തിൽ വന്നിട്ടുണ്ട് ഹൃഷികേശൻ. ഹൃഷികേശൻ എന്ന് ഭഗവാനെ വിളിക്കാനായിട്ടുള്ള കാരണം ഹൃഷിക എന്ന് വെച്ചാൽ ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങളുടെ ഈശൻ എന്ന് വെച്ചാൽ നിയന്താതാവ്, ഹൃഷികേശ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്താതാവ്. ഹൃഷികേശ സേവനം ഭക്തിരുച്യതേ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിന്റെ ഈശ്വരനായിട്ടുള്ള ഹൃഷികേശനെ സേവിക്കുക എന്നതാണ് ഭക്തി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ട് ശ്രവണം, കീർത്തനം, ഭഗവാന്റെ മൂർത്തി രൂപം കാണുക, അമ്പലം വൃത്തിയാക്കുക, പൂക്കൾ പറിക്കുക എന്നിങ്ങനെ പല വിധത്തിൽ ഭഗവാനെ സേവിക്കാനായിട്ട് സാധിക്കും. മദ്ഭക്തോ ഭവ. അത് കഴിഞ്ഞിട്ട് മദ്യാജി. ആ ഭവ എന്നുള്ളത് ചേർത്ത് എല്ലാത്തിന്റെയും കൂടെ വരുന്നതാണ് കേട്ടോ. മദ്ഭക്തോ ഭവ, മന്മനാഭവ, മദ്ഭക്തോ ഭവ, മദ്യാജി ഭവ, മാം നമസ്കുരു ഭവ. ഭവ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യൂസ് ആണ് സംസ്കൃതത്തിൽ. ഒന്ന് ആജ്ഞയാണ്, അത് ചെയ്യ, ആയിത്തീര് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഭഗവാൻ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അനുഗ്രഹിക്കുകയാണ്. നിനക്കത് സാധിക്കട്ടെ എന്നുള്ളത്. 2 വിധത്തിലാകാം. ഭഗവാന്റെ അനുഗ്രഹം, അത് വെറും ആജ്ഞ മാത്രമല്ല, അനുഗ്രഹത്തോടു കൂടിയുള്ള ആജ്ഞയാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സിൻസിയറിറ്റിയാണ് അവിടെ വരുന്നത്. മൂന്നാമത്തേതില് മദ്യാജി ഭവ. അപ്പം അവിടെ പൂക്കൾ, മാലകൾ, ആഭരണങ്ങൾ, ചന്ദനത്തിരി, വിളക്ക്, ഗന്ധം, നൈവേദ്യം, കുട, ചാമരം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ഭഗവാനെ പൂജിക്കാം. അതിൽ കൂടുതലായിട്ട് വേറൊരു കാര്യമുണ്ട്, നമ്മൾ പഠിച്ചു. എന്താണ്? യജ്ഞം. എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യുക. എന്താണ് നമ്മളെ പഠിച്ച യജ്ഞം കഴിഞ്ഞ 3 മാസമായിട്ട്? നാമജപം. ഹരിനാമജപം. ഹരിനാമജപം. ഭഗവാൻ 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങൾ വെച്ചിട്ട് ഞാൻ ജപയജ്ഞമാവുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കരികാലത്ത് നമുക്ക് ബാക്കിയുള്ള യജ്ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ജപം സരളമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ആ ഒരു രീതിയിൽ ഭഗവാന് യജ്ഞം ചെയ്യാനായിട്ട്, ദിവസവും യജ്ഞം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കഴിവുള്ളവരാണ്. പിന്നെ 4-ാമത് പറഞ്ഞിരിക്കുന്നു, മാം നമസ്കുരു. ഭൂമിയിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഭഗവാനോട് ബഹുമാനം പ്രദർശിപ്പിക്കണം. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് മന്മനാഭവ, മദ്ഭക്തോ, മദ്യാജി, മാം നമസ്കുരു, ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? മാമേ വൈശ്യസി മാമ ഏവ ഐശ്യസി. ഓക്കെ, അതായത് നീ എന്നിൽ തീർച്ചയായിട്ടും തിരിച്ചെത്തും, എൻ്റെ അടുത്തേക്ക് എത്തും, എന്നെ പ്രാപിക്കും. ഇതാണ് ഭഗവാന്റെ പ്രോമിസ്. എങ്ങനെയാണ് പ്രോമിസ് ചെയ്യുന്നത്? സത്യന്തേ, ഞാൻ നിനക്ക് സത്യം ഇത് ചെയ്യുന്നു, നിനക്ക് സത്യം ചെയ്യുന്നു, സത്യം ചെയ്ത് പറയുന്നു. നമ്മൾ പറയാറില്ലേ, അമ്മയാണ് സത്യം, ദൈവമാണ് സത്യം എന്നൊക്കെ പറയാറില്ലേ? ഇവിടെ ഭഗവാൻ സത്യം ചെയ്ത് പറയുന്നു. ഭഗവാൻ സത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും വരില്ല. ഭഗവാൻ അച്യുതനാണ്, വീഴ്ച പറ്റാത്തവനാണ്. അതുകൊണ്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് സത്യം തന്നെയായിട്ട് നിർത്തും. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം വരും. എന്താണ്?
പരിധിയില്ലാത്ത പാപങ്ങൾ ചെയ്ത് ഹൃദയം മുഴുവനും മലിനമായിട്ടുള്ള ഒരാൾക്ക് കൃഷ്ണനോട് ശുദ്ധഭക്തി എങ്ങനെ ചെയ്യാൻ കഴിയും? പാപങ്ങൾ ആദ്യം തന്നെ നശിക്കപ്പെടേണ്ടതല്ലേ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യേശാം ദ്വന്ദ്ഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്മോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രത. ഭഗവാനെ ദൃഢവ്രതമായിട്ട് ഭജിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ പാപം എല്ലാം പോയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. 7-ാം അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ജന്മത്തിലും മുൻ ജന്മത്തിലും ചെയ്ത പാപകർമ്മങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് പിന്നെ അതിൽ നിന്ന് ദ്വന്ദ് വ്യാമോഹങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ദൃഢനിശ്ചയത്തോടെ കൃഷ്ണന്റെ സേവനത്തിൽ മുഴുകാൻ സാധിക്കുന്ന ഈ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് വിധിച്ചിട്ടുള്ള ധർമ്മങ്ങൾ, പ്രായശ്ചിത്തങ്ങൾ ഇവ ചെയ്താൽ മാത്രമേ നമുക്ക് പാപകർമ്മങ്ങൾ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ചോദ്യം ഇത്, അങ്ങനെയുള്ള ഒരാൾക്ക്, പാപങ്ങൾ നശിക്കാത്ത ഒരാൾക്ക് ഭഗവാനിൽ ശുദ്ധഭക്തി ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നാണ് ഇവിടെ നമ്മുടെ സംശയം. അതിന് കൃഷ്ണൻ ഉത്തരം പറയുകയാണ്. എന്താണ്? പാപങ്ങളിൽ നിന്നും മുക്തരല്ലെങ്കിൽ പോലും ഭഗവാനെ ശരണം പ്രാപിച്ചാൽ പാപങ്ങളിൽ നിന്ന് കൃഷ്ണൻ അവരെ മോചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് പൂർണ്ണമായിട്ടും പാപരഹിതരല്ലെങ്കിൽ പോലും നമുക്ക് ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്യാം, ഭഗവാനെ ശരണം പ്രാപിക്കാം. എങ്ങനെയാണ്? ആർക്കും ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? നമുക്ക് ഒരിത്തിരി സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുണ്ട്, ഫ്രീ വിൽ. ഭഗവാനെ ശരണം പ്രാപിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ പാസ്റ്റ് പ്രസന്റ് ഒന്നും തന്നെ തീരുമാനിക്കുന്നില്ല. ഈ നിമിഷം നമുക്ക് അത് തീരുമാനിക്കാം, അത് വേണോ വേണ്ടോ. ഈ നിമിഷത്തിൽ നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് ഭഗവാനെ സറണ്ടർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അത് നമ്മുടെ പഴയ പാപങ്ങളോ കർമ്മങ്ങളോ ഒന്നും തന്നെ അതിനെ ബാധിക്കുന്നില്ല. ആ തീരുമാനം നമ്മുടേതാണ്. അങ്ങനെ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം കൊടുക്കുന്നു. അതാണ് 66-ാമത്തെ ശ്ലോകം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഓക്കെ, ഇവിടെ സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. ശ്രീല പ്രഭുപാദ് പറയുന്നു, ഇതാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. ഭഗവാനെ നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും മാമേകം, അത് ഭഗവാൻ വളരെ അത് കണ്ടീഷനോടുകൂടിയാണ് പറയുന്നത്. എന്നെ മാത്രം ശരണം പ്രാപിക്കുക, ബാക്കി എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കുക, ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. കൃഷ്ണൻ ഇച്ചിരി പൊസസീവാണ്. 100 പേരെടുത്ത് പോയിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിങ്ങളെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിങ്ങളെ ശരണം പ്രാപിക്കുന്നു. എന്നിട്ട് ഫൈനലി കൃഷ്ണൻ എടുത്തും വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. ഭഗവാൻ പറയുമ്പോൾ ഭഗവാൻ നോക്കില്ല, ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചു കഴിഞ്ഞു. കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നേരത്തെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അഹം സർവസ്യ പ്രഭു ഭക്തസ്രവം പ്രവർത്തത, ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ പൊസിഷൻ എന്താണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഞാൻ മാത്രം ആയിട്ട് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം വീണ്ടും വരൂ എന്ന് ഭഗവാൻ പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഗീതയിൽ പലതിനെ കുറിച്ചുള്ള അറിവ് ഭഗവാൻ നമുക്ക് നൽകി. ബ്രഹ്മത്തെക്കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച്, വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച്, സന്യാസത്തെക്കുറിച്ച്, ത്യാഗത്തെക്കുറിച്ച്, മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെ പറ്റി, ധ്യാനം എന്നിങ്ങനെ പല വിധത്തിൽ നാനാധർമ്മങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു. ഇവിടെ പറയുന്നു, ഈ ശ്ലോകത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇവിടെ ആ പദ്ധതികളെല്ലാം ഉപേക്ഷിക്കൂ, എന്നിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കൂ. ഓക്കെ, ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. മാ ശുചഃ. രണ്ടാമത്തെ ശ്ലോകത്തിൽ 2-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തില് അശോച്യാൻ അന്വശോചസ്ത്വം, രാധാശക്തി മാതാജി പറഞ്ഞ ആ 2:11 പറഞ്ഞത് ഓർമ്മയുണ്ടോ? അശോച്യാൻ ശോചിക്കേണ്ട കാര്യം, അതിലാണ് അശോച്യാൻ എന്ന വാക്കാണ്. ഇവിടെ അവസാനം പറഞ്ഞിരിക്കുന്നു, മാ ശുച, നീ വിഷമിക്കേണ്ടതില്ല.
ഓക്കെ, അപ്പോ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി ഉള്ളത് എന്താണ്? നമ്മൾ ഒന്നിനെ പറ്റിയും വിഷമിക്കേണ്ടി വരില്ല. ഓക്കെ, അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാ ശുചഃ. അപ്പം കൃഷ്ണൻ അർജുനൻ വഴി ലോകത്തിന് മുഴുവനും നൽകിയ ഉപദേശമാണിത്. തന്റെയും മറ്റുള്ളവരുടെയും ക്ഷേമത്തിനായിട്ട് ഉള്ള ഉത്കണ്ഠ ഉപേക്ഷിക്കുക. ചിന്തകളും പ്രവർത്തികളും ഭഗവാന് വേണ്ടി സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഭഗവാന് സമർപ്പിച്ച് ശരണാഗതി പ്രാപിക്കുക. ശ്രീല പ്രഭുപാദര് തന്റെ ഗുരുവിനെ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്കും ഗുരു പറഞ്ഞു, പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള താങ്കളെ പോലുള്ള വ്യക്തികൾ പാശ്ചാത്യ രാജ്യത്തിൽ ചെന്ന് ഭഗവാന്റെ ഉപദേശം എല്ലായിടത്തും എല്ലാവർക്കും എത്തിക്കുക. അപ്പോ ശ്രീല പ്രഭുപാദര് അഭയചരൺ അന്ന് ഗുരുവിന്റെ അടുത്ത് ആർഗ്യൂ ചെയ്യും, നമ്മള് സ്വതന്ത്രരല്ല, ബ്രിട്ടീഷുകാരുമായിട്ട് എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുകയാണ്. അപ്പൊ അതിനായിട്ട് ഗാന്ധിജിയുടെ മൂവ്മെന്റിൽ ചേർന്ന് നമുക്ക് സ്വാതന്ത്ര്യ സമരം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയും. ഭക്തി സരസ്വതി മഹാരാജ് പറയും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതല്ല മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഹി വിൽ കൺവിൻസ് ശ്രീല പ്രഭുപാദ ടു ടേക്ക് അപ്പ് കൃഷ്ണാബോധ പ്രചരണം. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മോസ്റ്റ് അർജന്റ് നീഡ് എന്ന് പറയുന്നത്. ഈ കൃഷ്ണാബോധം ആൾക്കാരിൽ എത്തിക്കുക, ഭഗവാനെ പറ്റി ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക. കാര്യം അത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഭഗവാനെ കുറിച്ചുള്ള അറിവ് നൽകുക. കാരണം എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം നമ്മൾ ഭഗവാനെ മറന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഭഗവാനെ കുറിച്ച് ഓർമ്മ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദുരിതങ്ങൾക്കും രക്ഷ നേടാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ അതാണ് ഇവിടെ തന്റെയോ മറ്റുള്ളവരുടെയോ ക്ഷേമത്തിനായിട്ടുള്ള ഉത്കണ്ഠ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഏതൊരാളെയും എല്ലാ പാപങ്ങളിൽ നിന്നും സംസാര സാഗരത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാമെന്ന് ഭഗവാൻ സത്യം ചെയ്ത് പറയുന്നു. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പരിപാസ്തേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അതായത് നമുക്ക് ബാക്കി ചിന്തയൊന്നും കൂടാതെ ഭഗവാനെ സേവിക്കുന്ന ഒരാളുടെ ഭഗവാൻ അയാൾക്കുള്ളത് സംരക്ഷിക്കും, ഇല്ലാത്തത് നൽകും. എങ്ങനെ നൽകും? വഹാമി, ഭഗവാൻ സ്വയം ചെയ്യും. ആ ഡ്യൂട്ടി ഭഗവാൻ സ്വയം ചെയ്യും എന്ന് ഭഗവാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഈ ശ്ലോകങ്ങള് ഒന്ന് ശ്രദ്ധിക്കുക. ചതുശ്ലോകി ഭഗവത്ഗീത എന്ന് കേട്ടിട്ടുണ്ടോ? ചതുശ്ലോകി ഭഗവത്ഗീത ഏത് അധ്യായത്തിലാണ്? ഭഗവത്ഗീതയുടെ സാരാംശമായിട്ട് പറയുന്ന 4 ശ്ലോകങ്ങളെയാണ് ചതുശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്നത്. അത് 10ാം അധ്യായത്തിൽ 8 മുതൽ 11 വരെയാണ്. അഹം സർവസ്യ പ്രഭോ ശ്ലോകത്തില് ആര് പറഞ്ഞു? ആരാണ്? രാധികേശ ശ്രീകൃഷ്ണ. താങ്ക് യു പ്രഭു. 10, 8 മുതൽ 11 വരെയുള്ളതില് അത് വളരെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചതുശ്ലോകി 4 ശ്ലോകങ്ങളാണ്. പിന്നെ ത്രിശ്ലോകി ഭഗവത്ഗീത കേട്ടിട്ടുണ്ടോ? 3 ശ്ലോകങ്ങളിലായിട്ട് ഭഗവത്ഗീതയുടെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ശ്ലോകങ്ങൾ. ഏത് ശ്ലോകങ്ങളെയാണ് ത്രിശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുക? ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. 15ാം അധ്യായത്തിൽ 16, 17, 18 ശ്ലോകങ്ങൾ. ഓക്കെ, ദ്വാവിമൗ പുരുഷൗ ലോകേ ഷരശ്ചാക്ഷരേവ മുതല് കഥിത പുരുഷോത്തമ 18ാമത്തെ ശ്ലോകത്തിലെ കഥിത പുരുഷോത്തമ യോഗം. പുരുഷോത്തമ യോഗത്തിൽ 2 വിധത്തിലുള്ള ക്ഷരം അക്ഷരം എന്നുള്ള 2 വിധത്തിലുള്ള ജീവന്മാരുണ്ട്. അതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് അതുണ്ട്. അതാണ് പുരുഷോത്തമൻ. ഓക്കെ, ഉത്തമ പുരുഷൻ. അപ്പം അത് പറഞ്ഞിരിക്കുന്നു. പിന്നെ ശ്ലോകി ഭഗവത്ഗീത 2 ശ്ലോകങ്ങളിലായിട്ട് ഭഗവത്ഗീതയുടെ സാരാംശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ശ്ലോകങ്ങളാണ് 65ഉം 66ഉം. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. ഇതേ ശ്ലോകം 9ാം അധ്യായത്തിൽ 34ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്,
ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കാര്യം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഭൂയോ, ഞാൻ വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവിടെ 9:34 പറഞ്ഞിരിക്കുന്നത് മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. ഓക്കെ, 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഭഗവാനിൽ മനസ്സുറപ്പിക്കുക, ഭഗവാന്റെ ഭക്തനാകുക, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ പ്രണമിക്കുക, ഭഗവാന് വേണ്ടി യജ്ഞം ചെയ്യുക, ഭഗവാനെ പ്രണമിക്കുക, നമസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് എത്തും എന്നുള്ളത് ഭഗവാൻ ഉറപ്പ് തരുന്നു. ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും മുക്തനാക്കുമെന്നും ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഗീതോപദേശം ഇവിടെ കഴിഞ്ഞു. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്, നമ്മള് എല്ലാ ക്ലാസ്സിലും എല്ലാ ആഴ്ചയിലും നിങ്ങള് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം കേട്ടു. ഓക്കെ, ഭഗവത്ഗീതയുടെ മാഹാത്മ്യം ഭഗവാൻ സ്വയം പറയുന്നുണ്ട്. ഈ ഭഗവത്ഗീത കേട്ടു കഴിഞ്ഞാൽ അതിന്റെ ഫലശ്രുതി എന്താണ്, അതായത് കേട്ടാലുള്ള പ്രയോജനം എന്താണ്, ഇതെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഈ ജ്ഞാനം എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് പകർന്നു നൽകേണ്ടത്, ഇതെല്ലാം തന്നെ ഭഗവാൻ പറയുന്നു. ഓക്കെ, 67 ഇതം തേനാതപസ്കായ നാഭക്തായ കഥാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. ഓ, 9:22. ഓക്കെ ഓക്കെ തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയുള്ളവർക്കും രഹസ്യമായ ഈ ജ്ഞാനം ഉപദേശിക്കരുത്. ഓക്കെ, അപ്പം ഭഗവാനോട് അസൂയുള്ളവര്, തപശ്ചര്യ ഇല്ലാത്ത ആൾക്കാര്, ഇന്ദ്രിയ നിഗ്രഹണം ഇല്ലാത്തവര്, കൃഷ്ണനോട് ശരിക്കും ഭക്തിയില്ലാത്ത ആൾക്കാര്, കൃഷ്ണനെ പറ്റി കേൾക്കാൻ ആഗ്രഹിത്തമില്ലാത്തവര്, അഥവാ കൃഷ്ണനെ അനുസരിക്കാത്തവര്, ഭഗവാന്റെ സേവയിൽ ഏർപ്പെടാത്ത ആൾക്കാര്, ഭഗവാനോട് അസൂയുള്ളവര്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കരുത് ഒരിക്കലും എന്ന് ഭഗവാൻ പറയുന്നു. 68, 69 ഈ ഭഗവത്ഗീത ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ, പഠിപ്പിച്ചാൽ എന്താണ് ഫലം എന്ന് 2 ശ്ലോകങ്ങൾ പറയുന്നു. ഏതം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധായസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശത്യ സംശയഃ. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുത സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. നചത്തസ്മാൻ മനുഷ്യേഷു കശ്ചിന്നേ പ്രിയകൃത്തമഃ ഭവിതാനജമേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അപ്പം ഈ ഭഗവത്ഗീത നമ്മള് പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഭഗവാൻ പ്രോമിസ് ചെയ്യുന്നത്? ഒന്ന്, ശുദ്ധ ഭക്തിയുത സേവനം നമുക്ക് കിട്ടും, തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. ഭഗവാന് പ്രിയതരം എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും പ്രിയകരമായിട്ട് വേറെ ആരുമില്ല എന്ന് ഭഗവാൻ പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതായത് ഈ കൃഷ്ണാർജുന സംവാദം ബാക്കിയുള്ളവർക്ക് അതേപോലെ പകർന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അവർ കൃഷ്ണന്റെ ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടവരായിട്ട് വേറെ ആരുമില്ല. കാര്യം ഭഗവാൻ ഓരോ ജീവജാലം ഇവിടെ കഷ്ടപ്പെടുകയാണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് അവരെല്ലാം ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്തണം എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛയാകുന്നു. അതിനായിട്ട് ഭഗവാനെ സഹായിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടവരായിട്ട്, എന്റെ കുഞ്ഞിനെ ആരെങ്കിലും ഒരു അത്യാപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തി എനിക്ക് എത്രമാത്രം പ്രിയകരമായിരിക്കുന്നുവോ അതേപോലെ ഭഗവാനും ഈ ജന്മമരണ ചക്രത്തിൽ, സംസാര സാഗരത്തിൽ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താനായിട്ട് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ആ വ്യക്തിയോട് എപ്പോഴും കടപ്പാടുള്ളവനായിരിക്കും. കാര്യം ആ ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് സഹായിച്ചു എന്ന കാര്യം. ഓക്കെ, അപ്പം നമ്മള് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളതൊരു സദ്ഗുരുവിൽ നിന്നും യഥാർത്ഥത്തിലുള്ള ഭഗവത്ഗീത ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് യഥാർത്ഥമായിട്ടുള്ള രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, 70ാമത്തെ ശ്ലോകം. അധ്യക്ഷ്യതേ ഇമം ധമ്യം സംവാദമാവയോഹു ജ്ഞാനയജ്ഞനെ തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഹി. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതായത്
നമ്മള് ഭഗവത്ഗീത പഠിക്കുമ്പോഴത്തേക്കും ജ്ഞാനയജ്ഞം ചെയ്യുകയാണ്, ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ്. നമ്മള് ഹോമോസേപ്പിയൻസ് ആണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുള്ള വർഗം. ആ ബുദ്ധി നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഭഗവത്ഗീത പഠിക്കുകയാണോ അല്ലയോ എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. മാത്രമല്ല നേരത്തെ ഇത് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് ദ്രവ്യയജ്ഞത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മള് ഭഗവത്ഗീത പഠിക്കുന്നത് എന്താണ്? നമ്മള് ജ്ഞാനയജ്ഞം ചെയ്യുകയാണ്. ഓക്കെ. അതുകൊണ്ട് അത് ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞമാണ് ഭഗവത്ഗീത പഠനം എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള യജ്ഞം, നാമയജ്ഞം കേട്ടു, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അശ്വമേധ യജ്ഞം, രാജസൂയ യജ്ഞം എന്നൊക്കെ പല യജ്ഞങ്ങളുണ്ട്. പക്ഷെ ഭഗവത്ഗീത പഠിക്കുന്നതും ഒരു യജ്ഞം തന്നെയാണ്. അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞമാണ്. ഇനി 71-ാമത്തെ ശ്ലോകത്തില് ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോഭിമുക്ത ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. അസൂയ തീണ്ടാതെയും വിശ്വാസത്തോടുകൂടിയും ഇത് ശ്രദ്ധിക്കുന്നവൻ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭകരമായ ലോകങ്ങളിൽ എത്തും. ഓക്കെ. ശ്രദ്ധാവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമുള്ളവൻ, അനസൂയ എന്ന് വെച്ചാൽ ഭഗവാനിൽ അസൂയയില്ലാത്തവൻ. ആർക്കെങ്കിലും ഭഗവാന്റെ അടുത്ത് അസൂയുണ്ടോ? ഈ ലോകത്ത് ഭഗവാന്റെ അടുത്ത് അസൂയുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്തിൽ അസുരന്മാര്. അസുരന്മാർ. ഓക്കെ. ഞാനൊരു നമ്പർ 1 അസുരനാണ്. ഓക്കെ. കാരണം ഈ ലോകത്തിൽ വരാനുള്ള കാരണം 2 കാരണത്തിൽ ഒരെണ്ണം അസൂയാകുന്നു. ഭഗവാനുള്ള അസൂയ കാരണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന ജീവാത്മാക്കൾക്ക് എല്ലാവർക്കും തന്നെ ആ എത്ര ഡിഗ്രി മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ അസൂയ കാരണമാണ് ഇവിടെ. ഇച്ഛാദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത. ഭഗവാനെ പോലെ എൻജോയ് ചെയ്യണം, ഭഗവാന്റെ പൊസിഷനില് നമുക്ക് അസൂയ. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന് വീണത്, ആധ്യാത്മിക ലോകം വിട്ട് ഭൗതിക ലോകത്ത്. അതുകൊണ്ട് അസൂയ ഉണ്ട്, അതിന്റെ ഡിഗ്രി മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അസൂയ ഇല്ലാത്തവരെന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. ശൃണുയാദപി, കേൾക്കുകയാണെങ്കിൽ പോലും, വിശ്വാസത്തോടെ അസൂയില്ലാതെ ഗീതത്തെ കേൾക്കുകയാണെങ്കിൽ പാപഫലങ്ങളിൽ നിന്ന് മുക്തരാകും, അയാളുടെ പാപങ്ങളെല്ലാം നശിക്കുന്നു, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ശുഭലോകങ്ങൾ പ്രാപിക്കുന്നു. അപ്പം 67-ാമത്തെ ശ്ലോകത്തിൽ ഗീത ഭക്തന്മാരല്ലാത്തവരെ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഒരാൾ ഭക്തനല്ലായിരിക്കും, പക്ഷേ അയാൾക്ക് അസൂയ ഇല്ലായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പക്ഷെ ഒരു കാര്യം, അയാള് കൃഷ്ണനെ പരമപുരുഷനായിട്ട് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാല് അങ്ങനെയുള്ള ഒരാൾക്ക് ശുദ്ധ ഭക്തനിൽ നിന്നും ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫലം സിദ്ധിക്കുന്നു. അതായത് പാപഫലങ്ങളിൽ നിന്ന് മുക്തനാകും, അയാളുടെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ശുഭലോകങ്ങളിൽ എത്തും. അങ്ങനെ. ഓക്കെ. അപ്പം സാധാരണക്കാർക്ക് ഭക്തന്മാരായുള്ള അവസരം നൽകുകയാണ് ഗീത പബ്ലിക്കായിട്ട് പഠിപ്പിക്കുമ്പോഴത്തേക്ക്. ഓക്കെ എന്ന് പ്രഭുപാദ് പറയുന്നു. ഓക്കെ. ഇനി 72 മുതൽ 73 വരെ അർജുനന്റെ റിയലൈസേഷൻ ആണ്. ഞാൻ വേഗം പോവാം, തീർക്കാൻ 9 വരെയാവുന്നു. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. കശ്ചിദേതശ്രുതം പാർത്ഥ ത്വയേകാഗ്രേണ ചേതസ കച്ചിതജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്നുള്ളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? ഓക്കെ. ഇത് മുഴുവൻ കേട്ടില്ലേ? ഇനി നിന്റെ മോഹങ്ങളെല്ലാം മാറിയില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് ഇനിയും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഭഗവാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? ആദ്യം ഭഗവാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഭഗവത്ഗീത പറയാനായിട്ട് തുടങ്ങിയത് എപ്പോഴാണ്? 2:7 അർജുനൻ പറയും, യശ്രേയസ്യാന്യശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വം പ്രപന്നം. ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അതുകൊണ്ട് കൃഷ്ണൻ ഗുരുവായി ഉപദേശം നൽകി. അപ്പം ഒരു ഗുരുവിന്റെ കടമയാണ് ശിഷ്യൻ അത് ശരിയായിട്ട് മനസ്സിലാക്കിയോ ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവസാനം വീണ്ടും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഗുരുവിന്റെ കടമയാണ്. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ചോദിച്ചിരിക്കുന്നു. അപ്പം 73 അർജുനൻ പറയുന്നു, നഷ്ടോ മോഹസ്മൃതിർലബ്ധ തത്പ്രസാദാൻ മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. അർജുൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു, അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഇപ്പോൾ ഞാൻ ദൃഢനും സംശയരഹിതനുമാണ്, അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പം
മോഹം നഷ്ടമായി, ബുദ്ധി തിരിച്ചു കിട്ടി, ദൃഢനും സംശയരഹിതനുമായി അങ്ങയുടെ ആജ്ഞ പരിപാലനം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. അതെങ്ങനെയാണ് സാധിച്ചത്? ത്വത്പ്രസാദാൻ മേച്ചുത മയാച്ചുത, അങ്ങയുടെ പ്രസാദത്താൽ, അങ്ങയുടെ കരുണ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പം എന്നിട്ട് എന്താണ്? കരിഷ്യേ വചനം തവ, ഞാൻ അങ്ങയുടെ ഉപദേശം എന്താണോ അത് അനുസരിച്ച് ചെയ്യാനായിട്ട്. കാര്യം ഭഗവാൻ ചോയ്സ് കൊടുത്തു ഇല്ലേ? യഥേച്ഛസി തഥാ ഗുരു. ഇവിടെ അർജുന എന്റെ ഉത്തരം പറയാണ്, അങ്ങയുടെ ഉപദേശം ഞാൻ സ്വീകരിക്കുന്നു, അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാം. ഒരാള് ഭഗവത്ഗീത പഠിച്ചു, അത് മനസ്സിലാക്കിയോ എന്നെങ്ങനെ അറിയാം? അർജുനന്റെ അതേ കൺക്ലൂഷനിൽ നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഭഗവത്ഗീത മനസ്സിലായി. കാര്യം അർജുനെ പോലെ മറ്റൊരു ജീവാത്മാവാണ് നമ്മളും. അർജുനൻ മനസ്സിലാക്കിയ പോലെ ഭഗവത്ഗീത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളും അതേ കൺക്ലൂഷനിൽ എത്തണം. തിരിച്ചുള്ള ഒരു കൺക്ലൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത്ഗീത മനസ്സിലാക്കിയിട്ടില്ല എന്ന് സാരം. ഓക്കെ, എന്നിട്ട് അർജുൻ പറയാ, അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ശ്ലോകത്തില് അടുത്ത ശ്ലോകം 73 കഴിഞ്ഞു. ഇനി 74ാമത്തെ ശ്ലോകത്തില് സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന സംവാദമിമം അശ്രൗഷം അത്ഭുതം രോമഹർഷണം. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ഈ സന്ദേശം എന്നെ കൊൾമയർ കൊള്ളിക്കുന്നു. അപ്പം കുരുക്ഷേത്ര ഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്ന് ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുകയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവശ്ചൈവ കിം അകുർവത സഞ്ജയ എന്ന ആദ്യത്തെ ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം. അതിന്റെ ഉത്തരമാണ് സഞ്ജയൻ പറഞ്ഞു തുടങ്ങി. അതിൽ ഈ സമരരംഗത്തെ വിശേഷങ്ങൾ മഹാരാജാവിനെ ബോധിപ്പിച്ചു. കൃഷ്ണാർജുന സംവാദം മുഴുവനും കേൾപ്പിച്ചു. അത് വളരെ ആശ്ചര്യകരമായിരുന്നു. ഒരിക്കലും ഇത്രയും പ്രാധാന്യമുള്ള സംഭാഷണം ഒരിടത്തും നടന്നിട്ടില്ല. പരമപുരുഷനായ ഭഗവാൻ തന്നെക്കുറിച്ച്, തന്റെ ശക്തികളെ കുറിച്ച് ഭക്തനായ അർജുനന്, ഒരു ജീവാത്മാവിന് വിവരിച്ചു കൊടുത്തതാണത്. അതുകൊണ്ട് വളരെ അത്ഭുതം നിറഞ്ഞതാണ്. അപ്പം അത് കേട്ടു അദ്ദേഹത്തിന് രോമാഞ്ചം ഉണ്ടാകുന്നു. വ്യാസപ്രസാദാശ്രിതവാനേതത് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാനിട വന്നു. അപ്പം പരമരഹസ്യമായ യോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോഗം. എല്ലാ യോഗ പദ്ധതികളിലും വെച്ചിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയോഗം. ഇത് പറഞ്ഞത് ആരാണ്? യോഗ പദ്ധതികളുടെയും നാഥനായിട്ടുള്ള കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തു. അർജുനൻ കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേട്ടു. അപ്പോൾ തന്നെ സഞ്ജയനും അത് കേട്ടു. എങ്ങനെയാണ് സംഭവിച്ചത്? വ്യാസപ്രസാദാത്, വ്യാസന്റെ അനുഗ്രഹം. അതായത് വ്യാസദേവൻ ധൃതരാഷ്ട്രർക്ക്, കണ്ണുകാണാത്ത ധൃതരാഷ്ട്രർക്ക് യുദ്ധഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുത്തു. അതോടുകൂടി യുദ്ധഭൂമിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സഞ്ജയനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് ആ അനുഗ്രഹത്താൽ അർജുനൻ കൃഷ്ണനിൽ നിന്ന് കേട്ട എല്ലാം തന്നെ സഞ്ജയനും കേട്ടു. അങ്ങനെ ഓക്കെ. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വ്യാസദേവൻ എങ്ങനെ ഒരു ഗുരുവിന്റെ രൂപത്തിൽ സഞ്ജയനെ സഹായിച്ചുവോ അതേപോലെ കൃഷ്ണനെ മനസ്സിലാക്കാനായിട്ട് ഗുരു എന്ന മാധ്യമം നമ്മളെയും സഹായിക്കുന്നു. 76 രാജൻ സംസ്മൃത്യ സംവാദം ഇമം അത്ഭുതം കേശവാർജുനയോ പുണ്യം കൃഷ്യാമി ച മുഹുർമുഹു. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യസംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദപുളിതനാകുന്നു രാജാവേ. ഓക്കെ, അപ്പം നമുക്കും കൃഷ്ണനിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും കൃഷ്ണന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബോണഫൈഡ് ഗുരുവിൽ നിന്നും നമ്മൾ ഭഗവത്ഗീത ഉപദേശം ശ്രവിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്കും പൂർണ്ണമായ കൃഷ്ണബോധം ഉദിക്കും. അങ്ങനെ നമ്മുടെ ജ്ഞാനം നിരന്തരമായി വർദ്ധിക്കും. ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാനും സാധിക്കും. തച്ച സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേഹേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമീച പുനഃപുന. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ ആ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. ഭഗവാന്റെ വിശ്വരൂപം എന്ന അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. വ്യാസന്റെ അനുഗ്രഹത്താൽ സഞ്ജയനും കണ്ടിരുന്നു. അതിനെപ്പറ്റി ചിന്തിക്കും തോറും അദ്ദേഹം വിസ്മിതനും സന്തോഷവാനുമാകുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി 78ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. ഓക്കെ,
എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനിതിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. ആരുടെ അഭിപ്രായമാണത്? സഞ്ജയന്റെ. ഓക്കെ. കാരണം ധൃതരാഷ്ട്രര് ആദ്യത്തെ ഇതിൽ ചോദിച്ച ധൃതരാഷ്ട്രർ ഒരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. എന്താണ് കിം അകുർവത സഞ്ജയ്, അവിടെ എന്താണ് കുരുക്ഷേത്ര ഭൂമിയിൽ എന്താണ് സംഭവിച്ചത്? അപ്പം അവിടെ ദുര്യോധനാദികളും യുധിഷ്ഠിരന്റെ പക്ഷക്കാരും യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ധൃതരാഷ്ട്രർ പ്രതീക്ഷിച്ചത് വിജയം ദുര്യോധനാദികൾക്കാണ്. ഭീഷ്മരെ, ദ്രോണരെ, കർണൻ തുടങ്ങിയ എല്ലാ മഹാരഥികളുടെയും സഹായം ദുര്യോധനുണ്ടായിരുന്നു. പക്ഷേ സഞ്ജയൻ യുദ്ധഭൂമിയിലെ സ്ഥിതികളെല്ലാം തന്നെ വർണ്ണിച്ചിട്ട് ഇവിടെ നേരിട്ട് അഭിപ്രായപ്പെടുന്നത് എന്താണ്? വിജയം യുധിഷ്ഠിരനൊപ്പമാണ്, പാണ്ഡവർക്കൊപ്പമാണ്. കാരണം അവിടെയാണ് കൃഷ്ണാർജുനന്മാരുടെ സാന്നിധ്യം. എങ്ങനെയുള്ളത്? യോഗീശ്വരനായ കൃഷ്ണൻ, ധനുർധരനായിട്ടുള്ള അർജുനൻ, വില്ലാളി വീരനായ അർജുനൻ. അപ്പം അവിടെ അർജുനൻ എന്നുദ്ദേശിക്കുന്നത്, പാർത്ഥൻ എന്നുദ്ദേശിക്കുന്നത് ജീവാത്മാവാണ്. ജീവാത്മാവ് അവിടെ നമ്മളും അപ്പോൾ അതുകൊണ്ട് അമ്പ് പിടിച്ചു നിൽക്കണം, അമ്പും വില്ലും പിടിച്ചു നിൽക്കണം എന്നാണോ പറയുന്നത്? അല്ല, നമ്മളും സദാ ജാഗരൂകരായിരിക്കണം. ഏത് യുദ്ധമാണ് നമ്മൾ നടത്തുന്നത്? മായയായിട്ടുള്ള യുദ്ധം. അതിൽ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം, വിജയം, നീതി എല്ലാം തന്നെ കിട്ടും. ഓക്കെ. അപ്പം ഇതാണ് നമ്മള് ചതുശ്ലോകി, ത്രിശ്ലോകി, ദ്വിശ്ലോകി പറഞ്ഞു. ഏകശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്ന ശ്ലോകം ഇതാണ്. ഓക്കെ. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോഭൂതിർ ധ്രുവാനിതിർമതിർമമ. ഈ ശ്ലോകമാണ് ഏകശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഭക്തൻ പറയുന്നതാണ്. ബാക്കി മൂന്നും ദ്വിശ്ലോകി, ത്രിശ്ലോകി, ചതുശ്ലോകി എല്ലാം തന്നെ ഭഗവാൻ പറയുന്നതാണ്. ഓക്കെ. ഈ ഒരെണ്ണം ഭക്തൻ പറയുന്നതാണ്. ഓക്കെ. അപ്പോ ഇവിടെ ഭഗവത്ഗീത 700 ശ്ലോകങ്ങളും കഴിഞ്ഞു. ജസ്റ്റ് ഒരു 2-3 പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 മിനിറ്റ് കൂടി. ഓക്കെ. ഭഗവത്ഗീത തികച്ചും ശ്രേഷ്ഠവും മഹത്തരവും നമുക്ക് ആഹ്ലാദവും ഉത്തേജനവും പകരുന്നതായ സന്ദേശമാണ്. അത് ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തി എഴുതിയ സാധാരണ ഗ്രന്ഥമല്ല, മണ്ടേൻ ബുക്കല്ല. ഭഗവാന്റെ ജ്ഞാനശക്തിയാണത്. പതിതാത്മാക്കളെ ആത്മജ്ഞാനത്താൽ ബോധവൽക്കരിച്ച് നേർവഴിയിലേക്ക് നയിച്ച് ഒരു പുതു ചൈതന്യം നൽകുന്നതാണ് ഭഗവത്ഗീത. അത് പഠിക്കുന്ന ഒരാൾക്ക് ഭഗവാനുമായിട്ട് നേരിട്ടുള്ള അനുഭവം സിദ്ധിക്കുന്നു. കാര്യം അത് ഭഗവാന്റെ മുഖത്ത് നിന്ന് മുഖവത്മാത്മനിസൃത അല്ലെ, ഭഗവാന്റെ മുഖത്ത് നിന്ന് വന്നിരിക്കുന്ന വാചകങ്ങളാണ്. അത് ശരിയായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് കൃഷ്ണാവബോധത്തിലെത്താം. എല്ലാത്തിലും കൃഷ്ണനെ കാണാൻ സാധിക്കും. അയാളുടെ ജീവിതം ഓരോ കാൽവയ്പിലും ആവേശകരവും അത്ഭുതകരവുമായി തീരും. അങ്ങനെ കൃഷ്ണാവബോധത്തിൽ എത്തുമ്പോൾ എല്ലാത്തിൻ്റെയും പരമമായ ധാമം ശരണം കൃഷ്ണനാണ് എന്ന വസ്തുത അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കൃഷ്ണന്റെ തീരുമാനം അഥവാ ആഗ്രഹം അതാണ് ഏറ്റവും ഉയർന്നത്, ശ്രേഷ്ഠമായത് എന്ന് അയാൾക്ക് മനസ്സിലാക്കുന്നു. ബാക്കിയെല്ലാം തന്നെ അതിന്റെ താഴെ മാത്രം. അതുകൊണ്ട് ഒരു ഭക്തൻ കൃഷ്ണന്റെ ആഗ്രഹത്തിന് വഴങ്ങുന്നു. അതോടെ സദാ വിജയം മാത്രമേ ഉള്ളൂ. പിന്നെ ഓക്കെ, ഒരിക്കലും പരാജയം എന്തെന്ന് അറിയുന്നേ ഇല്ല. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ലാസ്റ്റ് ആയപ്പോഴേക്കും പ്രഭുവിന് കുറച്ച് സ്പീഡപ്പ് ചെയ്യേണ്ടി വന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും? സോറി, ഞാൻ പറയുന്നതിന്റെ ഇതില് ഞാൻ ക്ലോക്ക് നോക്കിയതേയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് നമ്മളുടെ അവസാനത്തെ ക്ലാസ്, നമുക്ക് തിങ്കളാഴ്ച ഒരു കൺക്ലൂഡിങ് സെഷൻ കൂടി ഉണ്ടായിരിക്കും. അപ്പം ആർക്കെങ്കിലും ഇന്നെടുത്തേക്കുന്ന ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. ഹരേ കൃഷ്ണ. ദ്വിശ്ലോകി എന്ന് പറഞ്ഞ 65-66 ശ്ലോകം എന്ന് പറഞ്ഞു, അധ്യായം പറഞ്ഞില്ലല്ലോ സർ? 18-ാമത്തെ അധ്യായം അതല്ലേ നമ്മൾ ചർച്ച ചെയ്തത്.
18-ാമത്തെ അധ്യായത്തിൽ മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി സത്യം ദേ പ്രതിജ്ഞാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യം മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. 18-ാം അധ്യായത്തിൽ 65-66 ശ്ലോകങ്ങൾ. ആ സന്ദർഭത്തിലാണ് ഞാൻ ബാക്കിയുള്ള 3 കൂടി പറഞ്ഞത്, ചതുശ്ലോകിയും ത്രിശ്ലോകിയും ഏകശ്ലോകിയും പറഞ്ഞത്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പൊ നമ്മൾ കുറെ ഇപ്പൊ എത്രയാ ഒരു 3 മാസത്തോളമായിട്ട് നമ്മൾ എപ്പോഴും ക്ലാസ് കേൾക്കുന്നുണ്ട്, ടെക്സ്റ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഡിവോട്ടീസ് ഇവിടെ ജോയിൻ ചെയ്യുന്നവരൊക്കെ ഓഡിയോ ഓൺ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. പുതിയതായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർ, അതായത് ഇപ്പൊ കുറെ പേരുകളുണ്ട്. ഇപ്പം ഇന്ദിരാ മാം ആണെങ്കിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾക്ക് പരിചയമുണ്ട്. അതുപോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ട്, എന്തെങ്കിലും പോയിന്റ്സോ ഫീഡ്ബാക്കോ നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു AS നന്ദകുമാർ, അഞ്ജലി വിക്രമൻ, അനുഷ, പിന്നെ ജയ മാം, ജയന്തി, MT ഉഷാദേവി മാം, പിന്നെ പ്രവീൺ സാർ ഉണ്ട്, പിന്നെ രേഖ പിള്ളൈ മാം, രമ മാം. അപ്പൊ ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും, സ്മിത മാം ഉണ്ട്. അപ്പം ഇങ്ങനെ പുതിയതായിട്ട് വന്ന ശ്യാമള മാം, ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ ഒന്ന് പറയാം, ഷെയർ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ആണെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞാല് നന്നായിരിക്കും. ഹരേ കൃഷ്ണ. തിങ്കളാഴ്ച കൊണ്ട് നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ് ഗുജി. അതെ, ഈ എന്താണ് 3 മാസം കൊണ്ട് നമ്മൾ ഭഗവത്ഗീത 700 ശ്ലോകങ്ങളും അതിൻ്റെയും ഒരു അവലോകനം ചെയ്യുക എന്നായിരുന്നു ഈ കോഴ്സിന്റെ ലക്ഷ്യം. അത് നമ്മൾ ഇന്നത്തോടുകൂടി തീർന്നു. അപ്പം ഇതിന്റെ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ആയിട്ട് അടുത്ത തിങ്കളാഴ്ച നമുക്ക് ഒരു സെഷൻ കൂടി കാണും. അന്ന് നമ്മുടെ സെൻട്രൽ മാനേജർ ഹിസ് ഗ്രേസ് ഗോപാൽ ഗൗര പ്രഭു വന്നിട്ട് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് മുമ്പോട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പം 36 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ തീർത്തത്. ഇനി അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ശ്ലോകം, അർത്ഥം, ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ അത്രേ പറഞ്ഞിട്ടു. ഇനി നമുക്ക് പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങളിലൂടെ കടന്നുപോയി അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന രീതിയിൽ നോക്കാം. അപ്പം അറിയില്ല, 3-4 ശ്ലോകങ്ങൾ ഒരു ദിവസം കവർ ചെയ്യുന്ന രീതിയിൽ അല്പം കൂടി ലോങ്ങർ ഇതായിരിക്കും കോഴ്സ് എന്ന് പറയുന്നത്, നീണ്ട കോഴ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ അല്പം കൂടി ഡീപ്പർ ആയിട്ട് പോകും. നമ്മൾ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് ഞാനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 4-ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴത്തേക്കും ഇത്തിരി കാര്യങ്ങൾ പറയും. ഒരു കൊല്ലം കേരള ഹിസ്റ്ററി, അടുത്ത കൊല്ലം ഇന്ത്യൻ ഹിസ്റ്ററി, 3-ാമത്തെ കൊല്ലം വേൾഡ് ഹിസ്റ്ററി. 5, 6, 7 എത്തുമ്പോഴത്തേക്കും അതേ ടോപ്പിക് ആയിരിക്കും. ഓക്കെ, 5-ല് കേരള ഹിസ്റ്ററി, 6-ല് ഇന്ത്യൻ ഹിസ്റ്ററി, 7-ല് വേൾഡ് ഹിസ്റ്ററി. 8, 9, 10 എത്തുമ്പോഴത്തേക്കും അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. പക്ഷെ പഠിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പം അതേപോലെ നമ്മൾ ഈ കോഴ്സിൽ കുറച്ച് പഠിച്ചു, അടുത്ത കോഴ്സിൽ സെയിം ടോപ്പിക് ആയിരിക്കും, ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളായിരിക്കും, പക്ഷെ അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഞങ്ങളുടെ ഇവിടെ സെന്ററിൽ എല്ലാ ഞായറാഴ്ചയും ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ഒരു ശ്ലോകം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഞായറാഴ്ച ആഴ്ചയിൽ ഒരു ശ്ലോകം. ഓക്കെ, കൊല്ലത്തിൽ 50 ഞായറാഴ്ച ഉണ്ടെങ്കിൽ 14 കൊല്ലം കൊണ്ടാണ് ഭഗവത്ഗീത മുഴുവനായിട്ട് കവർ ചെയ്യുന്നത്. അത്രയൊന്നും സമയം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഇത് പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അല്പം കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് 1 മണിക്കൂർ കൊണ്ട് 4-5 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞത്.
ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംശയമോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ പറയാം. ഇവിടെ എറണാകുളത്ത് നിന്നുള്ള എത്ര പേരുണ്ട്? ഒന്ന് ഇത് ചെയ്യാവോ, ഹാൻഡ് റൈസ് ചെയ്യാവോ? സർ, ഞാൻ ഇന്ദിര, എറണാകുളത്തു നിന്നാണ്. ഓക്കെ. പ്രഭുജി, ഞാൻ എറണാകുളമാണ്. ഒന്ന് കൈ ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാണ്. വിദ്യാകുമാർ ഞാൻ കണ്ടു. ഓക്കെ. ഏതായാലും ഞാൻ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സെന്റർ ഇവിടെ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടാണ്. അവിടുന്ന് ഒരു മേ ബി ഒരു 100-200 മീറ്റർ മാറിയാണ് ഞങ്ങളുടെ സെന്റർ ഉള്ളത്. എല്ലാ ഞായറാഴ്ചയും 10:30 മണി മുതൽ, രാവിലെ 10:30 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 മണി വരെ പ്രോഗ്രാം ഉണ്ട്. അവിടെ കീർത്തനം, ആരതി, നാമജപം, ഭഗവത്ഗീത ക്ലാസ്, അതിനുശേഷം 1:30 മണിക്ക് ഫുൾ ലഞ്ച് പ്രസാദം ചെയ്തിട്ടാണ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും പിരിയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം പങ്കെടുക്കാനായിട്ട് സാധിക്കും ഭക്തന്മാരുടെ കൂടെ. അപ്പം എപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ, നമ്മളിപ്പം പല ആൾക്കാരും പറയാറുണ്ട്, നടക്കാൻ പോകുമ്പോഴത്തേക്കും ആരെങ്കിലും എക്സസൈസ്, നിങ്ങൾ മടി പോകാനായിട്ട് എന്ത് ചെയ്യണം, വേറെ ആരെങ്കിലും കൂടി സമാന മനസ്സിലായിട്ടുള്ള ആൾക്കാരെ വിളിച്ചോണ്ട് നടക്കാൻ പോകണം. അപ്പം ചെയ്യാൻ പറ്റും. അപ്പം അതേപോലെ ഭഗവത്ഗീത പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആധ്യാത്മിക കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സമാന മനസ്കരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആണ് എങ്കിൽ നമുക്ക് കൂടുതൽ ഉത്തേജനം ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ എറണാകുളത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സെന്ററിലേക്ക് വരിക, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ. കൃഷ്ണ ഗുരുവായൂരപ്പാ. ഹരേ കൃഷ്ണ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരോടും. നമ്മുടെ ന്യൂ കമേഴ്സ് 1-2 പേര് നമ്മുടെ ക്ലാസ്സിനെ പറ്റി ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ നല്ല കാര്യമായിരുന്നു. കാരണം 3 മാസമായി നമ്മൾ 36 മണിക്കൂർ അല്ലേ, എല്ലാവരും ബിസിയാണ്, എനിക്കറിയാം. എന്നിരുന്നാലും ഇപ്പോ പ്രഭു പറഞ്ഞ പോലെ ഈ ജ്ഞാനം നമ്മൾ പകർന്ന് നൽകി, കൃഷ്ണന്റെ ഈ ജ്ഞാനം അല്ലെങ്കിൽ കൃഷ്ണനെ പറ്റിയുള്ള ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്ന് നൽകുക എന്ന ഒരു ഉദ്യമത്തിലൂടെയാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഇതില് കേട്ടിരിക്കുന്ന പുതിയ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാലും പറഞ്ഞാല് അത് ഭഗവാന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റുള്ളവരെ ഗ്ലോറിഫൈ ചെയ്യുന്നതും ഭഗവാന് ഇഷ്ടമുള്ള കാര്യം. ഭഗവാന്റെ ഭക്തരെ നല്ല 2 വാക്കുകൾ സംസാരിച്ചാൽ ഭഗവാന് പറയുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മടി കൂടാതെ ഈ ക്ലാസ്സിനെ പറ്റി അല്ലെങ്കിൽ ഈ 3 മാസത്തിന്റെ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ശ്യാമള, പറവൂരിൽ നിന്നാണ്. എനിക്ക് ഹരിനാമ കീർത്തനത്തിന്റെ ഇതൊക്കെ പറഞ്ഞു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പാടിച്ചതിൽ സന്തോഷമുണ്ട്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. ഈ 3 മാസം കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് കരുതി വിട്ടതായ ഒരു കാര്യമായിരുന്നു സത്യം പറഞ്ഞാല്. ഈ കഴിഞ്ഞ നവരാത്രി ദിവസം ഞാൻ പൂജ വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഗീത പഠിക്കണം എന്ന ആഗ്രഹത്തോടെ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ ഞാൻ ഭഗവാനെ സോറി, ഈ ജമത്ത് പറ്റില്ല എന്ന് കരുതി പോയിരുന്നു.
കേട്ട് ആസ്വദിക്കുക എന്നല്ലാതെ എനിക്ക് ചെല്ലാൻ കഴിയും തോന്നുന്നില്ല എന്ന് കരുതി ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ച ഒരു സംഗതിയാണ് ഈ ജനുവരി മുതൽ ഈ 3 മാസം ഞാൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു നിലയിൽ നിങ്ങൾ എല്ലാവരും എന്നെ എത്തിച്ചതിൽ വളരെ സന്തോഷം. എല്ലാ ക്ലാസ്സും വളരെ ഭംഗിയായി മനസ്സിലാക്കാനും എൻ്റെ ആ ഒരു താല്പര്യം കൂട്ടിയതിലും വളരെ നന്ദി എല്ലാവരോടും. ക്ലാസ് എടുത്ത എല്ലാവരോടും എനിക്ക് അതാണ് പറയാനുള്ളത്. വെരി നൈസ്, മാർവലസ്. ബോൽ ഹരി ബോൽ ഹരി ബോൽ. എല്ലാവരും ഒന്ന് ഹരി ബോൽ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ മിനി കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പറയൂ. ഞാൻ അഞ്ജലി. ഞാനിവിടെ എറണാകുളം ചേർനല്ലൂരിൽ നിന്നാണ്. ഓക്കെ ഓക്കെ. എൻ്റെ മോൻ സമ്മർ ക്യാമ്പിന് വന്നിരുന്നു. അങ്ങനെയാണ് പിന്നെ എനിക്ക് ഈ കോണ്ടാക്ട് കിട്ടുന്നത്. പിന്നെ നട്സൽ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓക്കെ കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് വളരെ മനോഹരമായിരുന്നു. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ ആദ്യം മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷെ ക്ലാസ്സിന് ശേഷം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ എല്ലാ ഏകാദശി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ ഫസ്റ്റ് എനിക്കത് മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ ക്ലാസ്സിന് ശേഷം എല്ലാം അർത്ഥവും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നല്ല ഫീഡ്ബാക്ക് ആണ്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഞാൻ ജയന്തി, നോർത്ത് ഓക്കെ താങ്ക് യു. പറവൂരിലാണ്. ജയന്തി മാതാജി പറയൂ. ഇന്ദിര മാതാജി പറഞ്ഞ പോലെ തന്നെ ഞാനും കുറെ വായിച്ചു. പക്ഷെ എനിക്കും ശരിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇത്രയും കേൾക്കാനും ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യാനും നല്ല രീതിയിൽ മനസ്സിലാക്കാനും എല്ലാ പ്രഭുക്കന്മാർക്കും മാതാജിമാർക്കും നമസ്കാരം. വളരെ സന്തോഷമായി. ഹരേ കൃഷ്ണ. ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടോ? ഇനിയും കേൾക്കാൻ ഇനിയും കോഴ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ടാവും മാതാജി. ഡെഫിനറ്റ്ലി. കാരണം April 1 മുതൽ നമ്മൾ വീണ്ടും അടുത്ത സെഷൻ തുടങ്ങുന്നുണ്ട്. ഇതിലുള്ള എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് അത് ദൃഢമായിട്ട് മാറും. ഒന്നുകൂടെ ഭൂയ എന്ന് പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ഭഗവാനെ പറ്റി നമുക്ക് കേൾക്കുമ്പോൾ ഭഗവാനോട് ഒരു സ്നേഹം നമുക്ക് ഉണ്ടാവും. അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ആരും മടി കൂടണ്ട. നമ്മളിത് പഠിച്ചു കഴിഞ്ഞു എന്നൊന്നും വിചാരിക്കണ്ട. ഇത് ജസ്റ്റ് സൂപ്പർഫിഷ്യൽ മേമ്പൊടി എന്ന് പറയാറില്ലേ, ഈ മേമ്പൊടിയാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മേമ്പൊടി തന്നെ നമ്മൾ വീണ്ടും കേട്ടാൽ തന്നെ കുറച്ചുകൂടെ നമ്മൾ ഡെപ്തിലേക്ക് ഭഗവാനുമായി അടുക്കാൻ നമുക്ക് കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ഹരിനാമത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടാ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി പ്രഭു. അതിന് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് ഗോപാൽ ഗൗര പ്രഭുവിനോട് നമ്മൾ പറയുന്നുണ്ട്. കാരണം നമുക്ക് ഈ ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് പ്രഭു, നമുക്ക് ഭഗവത്ഗീത ഒന്ന് നന്നായിട്ട് പഠിപ്പിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഈ 36 ദിവസങ്ങളിൽ 5 മിനിറ്റ് വീതമാണ് നമുക്കത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡെയിലി ഒന്നല്ലെങ്കിൽ വേറൊരാള് വേറെ ശ്ലോകങ്ങളിലൂടെ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഒരു വിശ്വാസത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എനിവേ, ഞാനിത് നമ്മൾ ഗോപാൽ ഗൗര പ്രഭുവിനോട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. വേറെ ആർക്കും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. മൺഡേയും കൂടി ഉണ്ട് നമ്മളുടെ സെഷൻ. അപ്പം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാനായോ നല്ല മാതാജി? അത് ആക്കാം മാതാജി. ഓക്കെ ഓക്കെ. താങ്ക് യു. അപ്പൊ ഇന്ന് താങ്ക് നമുക്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക്സ്. ഗീതാമഹാത്മ്യം, ഇന്ന് നമുക്ക് ഗീതാമഹാത്മ്യം എടുത്ത ലളിത മാതാജിക്കും അതേപോലെ തന്നെ നാമമാഹാത്മ്യം പറഞ്ഞു തന്ന രാധാശക്തി മാതാജിക്കും അവസാനമായിട്ട് നമ്മൾക്ക് ശ്ലോക വൈൻഡപ്പ് ചെയ്ത് പറഞ്ഞു തന്ന ദീനാനാഥ് പ്രഭുവിനും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ എല്ലാ 3 മാസവും കണ്ടിന്യൂസ് ആയിട്ടും അല്ലെങ്കിൽ റെക്കോർഡിങ്സ് ആയിട്ടും നമ്മളുടെ ശ്ലോക എല്ലാം കവർ ചെയ്തിട്ട് നമ്മളെ
ഇതിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് അടുത്തത് നമുക്ക് തിങ്കളാഴ്ച കാണാം. തിങ്കളാഴ്ച കൺക്ലൂഡിംഗ് സെഷനാണ് നമ്മളുടെ ഇസ്കോൺ കൊച്ചി സെന്റർ മാനേജർ ഗോപാൽ പ്രഭു ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. സോ അതിനും എല്ലാവരും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. നമുക്ക് നരസിംഹാരത്തി ചൊല്ലിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനെ ഹിരണ്യകാശിപൂർവക്തഃ ശിലശങ്കാനഖാലായേ ito നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബാഹിർ നരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഖാം അദ്ഭുത ശൃംഗാം ദലിത ഹിരണ്യകശിപോ തനുഭൃംഗാം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज सर्व विघ्न विनाशक लक्ष्मीपति नरसिंहदेव भगवान की जय। भक्त शिरोमणि प्रहलाद महाराज की जय। श्रीला प्रभुपाद की जय। हरे कृष्णा। थैंक यू ऑल once again. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. വിൽ ഓൾ മീറ്റ് ഓൺ മൺഡേ. താങ്ക് യു. ഹരേ കൃഷ്ണ.